PM ശ്രീയിലെ എതിർപ്പ് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുള്ള എതിർപ്പ് മാത്രമായിരുന്നുവെന്ന് ടീം UDF തെളിയിച്ചു. സംഘപരിവാർ നയങ്ങളെ എതിർക്കാനുള്ള ത്രാണിയോ താല്പര്യമോ ഇല്ല. അതേപ്പറ്റി ബഹുമാന്യരായ മന്ത്രിമാരോട് ചോദിച്ചാൽ പറയുന്ന ഉത്തരം കേട്ടാൽ ആരും അന്ധാളിച്ചു പോകും. പ്രസംഗത്തിലൊക്കെ പലതും പറയും. PM ശ്രീ അറബിക്കടലിൽ കൊണ്ടുപോയി എറിയാനാകുമോ? മന്ത്രി KM ഷാജി, ലീഗ് നേതാവ് KM ഷാജിയെപ്പറ്റി പറഞ്ഞതാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ പ്രയാസമുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ പറയുന്നത്. മണ്ണാർക്കാട് നിന്നുള്ള പ്രതിപക്ഷ MLA ആയിരുന്നതുകൊണ്ടാണ് പണ്ട് വിമർശിച്ചതെന്ന് പറയാനും മടിയില്ല. ഇതൊക്കെ എന്ത്? മുഖ്യമന്ത്രിയെ വെല്ലാൻ ഇവരെ കൊണ്ടൊന്നും പക്ഷേ കഴിയില്ല. ധാരണാപത്രം മരവിപ്പിച്ചുവെന്ന് കാട്ടി മുൻ സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടും LDF സർക്കാർ കത്ത് നൽകിയിട്ടേയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. PM ശ്രീ ഫണ്ട് വാങ്ങിയെന്നും VD സതീശൻ ആധികാരികമായി പറഞ്ഞു. മുഖ്യമന്ത്രി പദവിയുടെ ആധികാരികതയിൽ പറഞ്ഞാലും നുണ തന്നെയാണ്. മുഖ്യമന്ത്രി എന്തിന് ഇങ്ങനെ കളവ് പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം പ്രസക്തമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് M സ്വരാജ്, CPIM, യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി CK ഷാക്കിർ. അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഞാൻ സ്വരാജിൽ ചർച്ച ആരംഭിക്കുകയാണ്. സ്വരാജ്, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്. കുഴിച്ചു മൂടിയത്, കഴിഞ്ഞ സർക്കാർ കുഴിച്ചു മൂടിയത് മാന്തിയെടുക്കുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. പക്ഷേ മുഖ്യമന്ത്രി VD സതീശൻ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പല വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അന്ന് എതിർത്തിട്ടുള്ളത് നിങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, അന്നത്തെ സർക്കാർ അന്നത്തെ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ഈ കാര്യങ്ങളിൽ നീങ്ങി ഒപ്പിട്ടു എന്നതുകൊണ്ടാണ് എതിർപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ നിലയിലാണ് അതിനെ എതിർത്തിട്ടുള്ളത് എന്ന ധ്വനിയാണ് ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പുതിയ സാഹചര്യത്തിൽ കഴിഞ്ഞ സർക്കാരിനെ പഴിചാരിയാണെങ്കിലും PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഏറെ പ്രശ്നങ്ങളില്ല എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? എതിർപ്പ് രാഷ്ട്രീയമായി എതിർ മുന്നണിയോടുള്ള എതിർപ്പ് മാത്രമായിരുന്നു. ആ മന്ത്രിസഭയ്ക്കകത്ത് കാര്യമായ ചർച്ച നടന്നില്ല എന്ന എതിർപ്പ് മാത്രമായിരുന്നു പ്രതിപക്ഷ നേതാവിന് അക്കാലത്തുണ്ടായിരുന്നെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ പറയുന്ന മൂന്നാമത്തെ നുണയാണത് എന്ന് പറയേണ്ടി വരും. കാരണം സർക്കാർ കത്തയച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കത്തയച്ചു എന്നതിപ്പോൾ എല്ലാവർക്കും വ്യക്തമായി. കത്ത് നമ്മുടെ എല്ലാം മുൻപിലുണ്ട്. നവംബർ മാസം 12-ാം തീയതി കേരളം അസന്നിഗ്ധമായി കേരളത്തിൻ്റെ നിലപാട് കേന്ദ്രത്തെ കത്തിലൂടെ രേഖാമൂലം അറിയിച്ചു. അതുമാത്രമല്ല, മന്ത്രിയുടെ നേതൃത്വത്തിലൊരു സംഘം പോയി കേന്ദ്രമന്ത്രിയോട് മുഖതാവിൽ തന്നെ ഞങ്ങൾ ഈ പദ്ധതി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം കത്തയച്ചില്ല എന്നാണ് പറഞ്ഞത്. 2, PM ശ്രീ ഫണ്ട് ഒരു നയാ പൈസ പോലും കേരളം കൈപ്പറ്റിയില്ല. ആ കാര്യത്തിലും പറഞ്ഞ കളവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭ തീരുമാനിച്ചില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നില്ല അന്നത്തെ വിമർശനം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതൊരു LDFനകത്തെ പ്രശ്നം മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അറബിക്കടലിലെറിയെന്ന് പറഞ്ഞതും ഇന്നത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചതും ഇന്നത്തെ പല മന്ത്രിമാർ പ്രസംഗിച്ചതും നമ്മുടെ മുമ്പിലുണ്ട്. അവരുന്നയിച്ചത് ഈ വിഷയമായിരുന്നില്ല. അവരിതിനെ സംഘപരിവാറുമായിട്ടെന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു LDF എന്ന നിലയിൽ ഒട്ടൊക്കെ വർഗീയ നിറം ചാർത്തി ഇത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത്ര ശക്തമായിട്ടായിരുന്നു അന്നത്തെ പ്രസംഗം. അതുകൊണ്ടല്ലേ ഇത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പറഞ്ഞത്. അത് മിനിസ്ട്രിയിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം അന്ന് ഇവരാരും ഉയർത്തിയിട്ട് പോലുമില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ തെറ്റായിട്ട് പറയുകയാണ്. ഇവിടെ പ്രസക്തമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തിനാണ് ഇപ്പോൾ കളവ് എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളെക്കുറിച്ചാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ മയപ്പെടുത്താം. വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത് എന്തിനാണ്? അത് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെങ്കിലും കോൺഗ്രസിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഉയർന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ചുമതല വഹിക്കുന്ന ഒരാൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞാൽ കള്ളമെന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ പാടില്ല. നവംബർ 12-ാം തീയതി ഈ പദ്ധതി നിർത്തിവെക്കണം, ഈ പദ്ധതിയല്ല MOU നിർത്തിവെക്കണം എന്നാണ് അതിലെ വാചകം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് മരവിപ്പിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതാണ്. കത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഇനി എന്താ പറയാമെന്ന് എനിക്കറിയില്ല. 2, ഈ ഇനത്തിൽ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല, ഫണ്ട് വാങ്ങിയിട്ടില്ല. ഫണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ.
നടപ്പാക്കണമെങ്കിൽ അതിന് ചില നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കേന്ദ്രത്തെ അറിയിച്ചത്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ഇതാണ് ഒരു കാര്യം. രണ്ട്, എന്തിനാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ പദ്ധതി പൊടി തട്ടിയെടുക്കുന്നത്? ഇത് LDF തന്നെ കുഴിച്ചു മൂടിയ ഒരു പദ്ധതിയാണല്ലോ. നവംബർ 12 കത്ത് നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് പ്രകാരം ഈ പദ്ധതി നടപ്പാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ മുമ്പാകെയുള്ള രേഖയാണ്. ഇപ്പോൾ ഇത് പൊടി തട്ടിയെടുക്കാനുള്ള കാരണം ഒന്ന് പറഞ്ഞാൽ മതി, അത് മാത്രം പറഞ്ഞാൽ മതി. LDF ഗവൺമെൻറ് വേണ്ടെന്ന് വെച്ച പദ്ധതി എന്തിനാണ് ഇപ്പോൾ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായോ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് വല്ല കത്തും അയച്ചോ? എന്താണ് ഇപ്പോൾ ഈ പദ്ധതി വീണ്ടും എടുക്കാനുള്ള കാരണം? ആ കാരണം മാത്രം വിശദീകരിച്ചാൽ മതി. നമുക്ക് ബോധ്യമാകുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമല്ലോ. ഇതാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യം. റൈറ്റ്. CK ഷാക്കിർ കൂടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാക്കിർ, ഇപ്പോൾ സ്വരാജ് സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. ഇപ്പോൾ ഭരണമാറ്റം വന്നു, ഒരു മാസം പിന്നിട്ടു ഈ സർക്കാർ. ഇപ്പോൾ പൊടുന്നനവേ PM ശ്രീയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഈ സർക്കാരിൻ്റെ മനോഭാവവും താല്പര്യവും വ്യക്തമായി കഴിഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അടിയന്തര സാഹചര്യം എന്നാണ് ചോദിച്ചത്. ഇന്ന് പ്രതിപക്ഷ നേതാവടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം അതാണ്. നിലവിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ MOU ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് ഉള്ള കത്ത് നിലവിൽ തന്നെ കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. ആ നിലയ്ക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അത് പുനരാലോചിച്ച് ഒരു വ്യത്യസ്തമായ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ ചർച്ചയിലും സ്വരാജ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്താണെന്ന് സർക്കാർ വിശദീകരിക്കണം. ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അടിയന്തരമായി പോകാനുണ്ടായത് എന്താണ് കാരണം? ശരത്തെ, ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ ഈ കൈരളി ചാനലാണെന്ന് കൃത്യമായ ബോധ്യത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ M സ്വരാജാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് നുണയാണ് ഇക്കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അതിൻ്റെ തലവന്മാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റോ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട സ്വരാജിനോട് ചോദിക്കാനുള്ളത്, ആരാണ് ഇങ്ങനെ ഒരു MOU ഒപ്പുവെച്ചത്? എവിടെ ചർച്ച ചെയ്ത ശേഷമാണ് ഒക്ടോബർ 23-ാം തീയതി നിങ്ങളുടെ മന്ത്രിസഭയുടെ കാലത്ത് അത് ഒപ്പുവെച്ചിട്ടുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നയരൂപീകരണ സമിതി അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ മന്ത്രിസഭയുടെ ക്യാബിനറ്റോ മറ്റോ ചർച്ച ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒളിച്ചുപോയി ഒരു MOU ഒപ്പുവെച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ മന്ത്രിസഭയാണ്. അവിടെ തന്നെ CPI ഉൾപ്പെടെയുള്ള ആളുകൾ ദിവസങ്ങൾ കഴിഞ്ഞാണ് അത് അറിയുന്നത്. അങ്ങനെ നിരന്തരമായി കുഴപ്പമുണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ നവംബർ 12-ാം തീയതി ഒരു കത്ത് അയക്കുന്നത്. ആ കത്ത് ശരത്തിൻ്റെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ അയക്കുന്നില്ല, കാരണം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ മന്ത്രിസഭ ഒരു മന്ത്രിസഭാ സമിതിയെ ഇത് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്നുണ്ട്. അത് പരിശോധിക്കുന്നത് വരെ ഇത് ഫർദർ നടപടികളിലേക്ക് പോകരുത് എന്നൊരു കത്താണ് കൊടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം, ഇത് അവൈലബിൾ ആണ്, പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധാരണ പരത്തരുത്. നിങ്ങളിങ്ങനെ പറയുന്ന സംഗതികൾ നിങ്ങളുടെ ഈ CPM-ൻ്റെ പ്രവർത്തകന്മാർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അവർ നാണം കെടുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇന്ന് കഴിഞ്ഞ 18-ാം തീയതിയാണ് VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. അതിന് മുന്നെയാണ് ഇത്തരം ശുദ്ധമായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ UDF ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടോ? അത് ഒപ്പുവെച്ചത് നിങ്ങളാണ്. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ശ്രീ ശിവൻകുട്ടി പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്, ഇത് ഞങ്ങൾ ഒപ്പുവെച്ചു, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒപ്പുവെക്കേണ്ടി വന്നു, ഫണ്ട് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒപ്പുവെക്കണം എന്ന് നിർബന്ധം പിടിച്ചു, ഇപ്പോൾ CPI-ക്കാർ പ്രശ്നമുണ്ടാക്കി, അത് താൽക്കാലികമായി ഒരു കത്ത് അയക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ പറയേണ്ട കാര്യമാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ ശൈലി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും അവൈലബിൾ ആണ്.
പിന്നെ എന്തിനാണ് നിങ്ങൾ തുടങ്ങി വെച്ച, നിങ്ങൾ തുറന്നു വിട്ട ഒരു ഭൂതത്തെ, നിങ്ങൾ തുറന്നു വിട്ട LDF തുറന്നു വിട്ട ഒരു ഭൂതത്തെ ചോദ്യം കൂടി. അത് UDFന്റെ പെരടിയിൽ വെച്ച് കെട്ടാൻ സമയമായിട്ടുണ്ടോ? മറുപടി സ്വരാജിൽ ചോദിക്കാം. ഷാക്കിറിനോട് ഒരു ചോദ്യം. ഷാക്കിറിനോട് ഇവിടെ എന്ത് നുണയാണ് പറഞ്ഞതെന്ന് താങ്കൾ ചോദിച്ചതിൽ ഒന്നാമത്തേതായി ഒരു നുണ എന്നുള്ളത് പ്രതിപക്ഷം പറയുന്നത് ഈ MOU തന്നെയാണ്. ആ MOU ഒരു മാസത്തിനകം തന്നെ കൃത്യമായി അത് മരവിപ്പിച്ചു, അതുമായി മുന്നോട്ട് പോകാനില്ല. അതിലെ ആ ഭാഷാപ്രയോഗം തന്നെ ചർച്ചകളിലേക്ക് വന്നു, ഞാൻ ആവർത്തിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ നുണയായി പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒരു കത്തും അയച്ചിട്ടില്ല എന്നാണ്. ഒരു കത്ത് അയച്ചു എന്ന് ഇപ്പോൾ ഷാക്കിറിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു 2025 നവംബർ 10. ഇത് പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഒരു കത്തും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ കളവല്ലേ? അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നാലെ വരാം. സ്വരാജ് അത് കൂടുതലായി പറയുമ്പോൾ താങ്കൾക്ക് പറയേണ്ടത്. രണ്ടാമത്തെ കളവായി വന്നിട്ടുള്ള പ്രശ്നം എന്താണ്? അതിൻ്റെ അടിസ്ഥാനത്തിൽ PM ശ്രീ ഫണ്ടും വാങ്ങി, പറഞ്ഞത് മുഖ്യമന്ത്രിയാണെന്നേ. അപ്പോൾ അത് കളവാണ് എന്ന് മാധ്യമങ്ങൾ, രേഖകൾ, അഫിഡവിറ്റ്, സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റിനെയും സ്വരാജ് പരാമർശിച്ചു. ഫണ്ട് വാങ്ങിയിട്ടില്ല, PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടില്ല. അപ്പോഴും പ്രതിപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞത് കളവല്ലേ? അതിനൊരു ക്വിക്ക് മറുപടി ഉണ്ടെങ്കിൽ അതിനുശേഷം സ്വരാജിലേക്ക് പോകും. ഓക്കെ, ശരി, നന്നായി. ഈ രീതിയിൽ ചർച്ച പോകുന്നതിന് സ്വാഗതം ചെയ്തു. രണ്ടും തിരുത്തി തരാം. ഇതിൽ കൃത്യമായി അന്ന് പിന്നെ ഈ നവംബർ 12-ാം തീയതി ശ്രീ K. വാസുകി IAS അയച്ചിട്ടുള്ള കത്തിൻ്റെ പകർപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. സഞ്ജയ് കുമാർ IAS കൊടുത്തതാണ്. അതിലിടയിൽ പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഡിസൈഡഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫ്രം among its members to examine such concerns raised and to submit these. ഇങ്ങനെ പറഞ്ഞിട്ട് വാചകങ്ങൾ കൃത്യമാണ്. നിങ്ങൾ മരവിപ്പിച്ച് എന്നാണോ ഇതിലുള്ളത്? ഉണ്ടാവുമല്ലോ, നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് അല്ല, നേരത്തെ ഞാൻ ഒരു മിനിറ്റ്, നേരത്തെ ശ്രീ M. സ്വരാജ് പറഞ്ഞു ഞാൻ നുണയെന്ന് പറയുന്നില്ല, വസ്തുതാവിരുദ്ധമായി എന്ന് തിരുത്തി പറയാമെന്ന്. ഞാൻ പറയട്ടെ, വസ്തുതകൾ പരിശോധിക്ക്. വസ്തുതമായി പറയും. നിങ്ങളൊരു ഗവൺമെന്റ് നിങ്ങളുടെ 10 വർഷത്തെ ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിന്റെ ആളുകൾ ശക്തമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നൽകിയപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫണ്ടിന്റെ കാര്യം പറയട്ടെ. അല്ല, ഫണ്ടിന്റെ കാര്യം പറയാം. അല്ല, ഫണ്ട് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം തീർച്ച പറയാം. ഏതെങ്കിലും ഭരണകർത്താക്കളോ മറ്റോ പറഞ്ഞ് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ 1186 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. ശരിയാണല്ലോ? ശരി, ഞാൻ പറയട്ടെ. അത് ഇവര് ഈ പിന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് ആ SSK ഫണ്ട് ഇവർ തടഞ്ഞു വെച്ചു. നിയമപരമായി തടഞ്ഞു വെക്കാൻ അവകാശമില്ലെങ്കിലും വാക്കാൽ ഇവർ തടഞ്ഞു വെച്ചു എന്ന് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ തടഞ്ഞു വെച്ചത് ഈ ഒക്ടോബർ 23-ാം തീയതി നിങ്ങൾ ഒപ്പുവെച്ച ശേഷമാണ് 98 കോടിയോളം രൂപ ഇവിടെ PM ശ്രീ ഫണ്ടാണോ? അത് PM ശ്രീ ഫണ്ടാണോ ഷാക്കിർ? അത് PM ശ്രീ ഫണ്ടാണോ? PM ശ്രീ ഫണ്ടാണോ? അതാണ് ചോദ്യം. അല്ല, PM ശ്രീ ഫണ്ടല്ല. അല്ല, PM ശ്രീ ഫണ്ടല്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് PM ശ്രീ ഫണ്ടാണെന്നാണ്. ഈ ഫണ്ട് കൈമാറിയത് ഏതായാലും രണ്ടാമത്തെ കാര്യത്തിൽ ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവ് പറഞ്ഞു അത് PM ശ്രീ ഫണ്ടല്ല. യെസ്, അത് PM ശ്രീ ഫണ്ടല്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞത്, അദ്ദേഹമാണ് ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്നയാൾ, അദ്ദേഹം പറഞ്ഞത് കരാറും ഒപ്പിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ടും വാങ്ങി. ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ഷാക്കിർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. പക്ഷേ നവംബർ 12-ന്റെ MOU പക്ഷേ PM ശ്രീ ഫണ്ട് അല്ല എന്ന് പറഞ്ഞു. പ്രശ്നം അത്രേ ഉള്ളൂ. PM ശ്രീ ഫണ്ട് അല്ല. റൈറ്റ്, ക്ലിയർ. സ്വരാജ് രണ്ടാമത്തെ കാര്യം, നവംബർ 12-ന്റെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന കത്ത്, കേന്ദ്രത്തിന് അയച്ച കത്തിനെ ചലഞ്ച് ചെയ്യാൻ കൂടി ശ്രമിക്കുകയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ. സ്വരാജിന്റെ ഊഴം. ഇതിൽ ബഹുമാന്യനായ യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു ചർച്ച കാണുന്ന ആളുകൾക്കെല്ലാം ബോധ്യമാവും നമ്മൾ രണ്ട് നിലപാടിനെ പ്രതിനിധീകരിക്കുന്നവരാണ്, രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിയോജിപ്പായിരിക്കും, നമുക്കൊരേ അഭിപ്രായം ഉണ്ടാവില്ല, അത് സ്വാഭാവികമാണ്. പക്ഷേ വസ്തുതകളായിട്ട് നിൽക്കും. അത് എനിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വസ്തുതയാണ്. ബാക്കിയെല്ലാം ഉള്ളത് നമ്മുടെ വ്യാഖ്യാനങ്ങളാണ്. അത് നമുക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ എന്ത് കളവാണ് പറഞ്ഞതെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊരു നീണ്ട ചർച്ച സത്യത്തിൽ അനാവശ്യമാണ്. എങ്കിലും അങ്ങ് കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഏത് കത്ത്? നവംബർ 12-ന് അയച്ച കത്തിൻ്റെ കാര്യം. അങ്ങനെ ഒരു കത്തില്ല എന്നാണ് അങ്ങയുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതാ പ്രശ്നം. കത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഉള്ളടക്കത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ മന്ത്രിമാരുടെ സമിതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നവംബർ 12-ന് അയച്ച കത്തിനെക്കുറിച്ച്, നിങ്ങൾ പറഞ്ഞ മറ്റേ K. വാസുകി ഒപ്പിട്ട കത്തിനെക്കുറിച്ച്.
അങ്ങനെ ഒരു കത്തില്ല എന്നാണ് അങ്ങയുടെ മുഖ്യമന്ത്രി പറയുന്നത്. അതാണ് പ്രശ്നം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അങ്ങേക്ക് ബോധ്യമായി എന്ന് കരുതുന്നു. ഇനി ആ കത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ഉള്ളടക്കത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച വീണ്ടും ഉയർത്തുന്നുണ്ടെങ്കിൽ നമുക്കതും പരിശോധിക്കാം. എന്താണ് അവസാനത്തെ ഭാഗം? അക്കോർഡിംഗ്ലി ഐ ആം ഡയറക്റ്റഡ് ടു ഇൻഫോം ദാറ്റ് ദ ഗവൺമെൻറ് ഓഫ് കേരള എന്നാരംഭിക്കുന്ന ആ വാചകം, അവസാനത്തെ വാചകം അങ്ങ് വായിച്ചു നോക്കൂ. MOU നിർത്തിവെക്കണം എന്നല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് പിൻവാങ്ങുക. അങ്ങനെയാണ് പഞ്ചാബ് പിൻവാങ്ങിയത്. MOU എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പല്ലേ? അത് മരവിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെയാണ് 9 മാസങ്ങൾക്ക് ശേഷം പഞ്ചാബ് പിൻവാങ്ങിയത്. പിന്നീട് അവർ വീണ്ടും കരാറിലേക്ക് വന്നു. അത് അവരുടെ രാഷ്ട്രീയമായ പല സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊന്നും പുതിയൊരു കാര്യമല്ല. ഗവൺമെൻറ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം സ്വീകരിച്ചിട്ട് എന്ന് കരുതിക്കോളൂ. യൂത്ത് ലീഗിൻ്റെയും UDF നേതാക്കളുടെയും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ CPIയുടെയും ഒക്കെ പൊതു കേരള സമൂഹത്തിൽ ഉയർന്നു വന്ന എതിർപ്പുകളുടെയും പ്രതിഷേധങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ എന്ന് തന്നെ ഇരിക്കട്ടെ, ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു. അപ്പോഴാണ് നിങ്ങളുടെ നേതാവ് പ്രസംഗിച്ചത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതിൻ്റെ അറബിക്കടലിലെറിയും. ഇല്ലേ, അങ്ങും കേട്ടിട്ടുണ്ടാവും ആ പ്രസംഗം. അപ്പോൾ ആ ആവേശപൂർവ്വം നിങ്ങളൊക്കെ പങ്കെടുത്ത സമരങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച്, ഇങ്ങനെയെല്ലാം ഒരു കലുഷിത അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. സർക്കാർ ആവട്ടെ ഇതിനെല്ലാം മാനിച്ചുകൊണ്ട് ഇത് മരവിപ്പിക്കാൻ കത്ത് കൊടുത്തു. PM ശ്രീ പദ്ധതി അല്ലെങ്കിൽ തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചൊരു പദ്ധതിയില്ല. ആ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയില്ലേ. 100-200 കോടി രൂപയാണ് ആ പദ്ധതിയിൽ ആകെ ഉള്ളത്. 100-300 പള്ളിക്കൂടങ്ങൾക്കാണത് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അത് കേരളത്തിന് സത്യത്തിൽ ആവശ്യമില്ല. അത് അങ്ങും അതിനോട് യോജിക്കും തോന്നുന്നു. കാരണം പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ ഏതാണ്ട് എല്ലാ സ്കൂളുകൾക്കും ഉണ്ട്. പക്ഷെ നമ്മൾ എവിടെയാണ് പ്രശ്നത്തിലായത്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സമഗ്ര ശിക്ഷയുടെ ഫണ്ട് കിട്ടുന്നില്ല. ആയിരക്കണക്കിന് അധ്യാപകർ ജോലി ചെയ്യുന്നതല്ലേ. 2022 മുതൽ സമ്മർദ്ദം തുടങ്ങി കേന്ദ്ര ഗവൺമെൻറ്. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങ് കൂടി അംഗമായിട്ടുള്ള മുന്നണി നയിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ തെലങ്കാനയിലും കർണാടകയിലും എല്ലാം ഈ ഫണ്ട് വാങ്ങി PM ശ്രീ നടപ്പാക്കി. 100-600 സ്കൂളുകൾ ഇവിടെ കർണാടകയിലും 800-ൽ പരം പള്ളിക്കൂടങ്ങൾ തെലങ്കാനയിലും PM ശ്രീ സ്കൂളുകളാണിപ്പോൾ. പക്ഷേ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല കേരളം. നമ്മൾ പൊരുതി നിന്നു, പിടിച്ചു നിന്നു. അവസാനം SS ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് പിടിച്ചു വെച്ചപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലായിപ്പോയി. അധ്യാപകർക്ക് ശമ്പളം മുഴുവൻ കേന്ദ്രവിഹിതം കിട്ടാതെ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത് ഒപ്പിടാം, പദ്ധതി നടപ്പാക്കുന്നില്ല, പക്ഷേ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഫണ്ടിങ് റിലീസായി വരുമല്ലോ എന്നാണ് കരുതിയത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഇപ്പോൾ തർക്കിക്കേണ്ട കാര്യമില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ഒരു കമ്മിറ്റിയല്ല, ജില്ലാതലത്തിലൊക്കെ കമ്മിറ്റി വേണം. നമ്മൾ ആ കമ്മിറ്റി രൂപീകരണത്തിലേക്കേ കടന്നില്ല. സ്കൂളുകൾ തീരുമാനിക്കണം. നമ്മൾ ഒരു സ്കൂളും തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കൊടുത്ത അഫിഡവിറ്റ് പറയുന്നുണ്ട്, ഈ പദ്ധതി നടപ്പാക്കാൻ കേരള ഗവൺമെൻറ് യാതൊരു നടപടിയും സ്വീകരിക്കില്ല. കാരണം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ. അതുപോട്ടെ, ഇതൊക്കെ ചരിത്രം. ഇവിടെ നമ്മൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് എന്താണ്? ആകെ ഒരു കാര്യമുള്ളൂ. അങ്ങയുടെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ആ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. ഇനി സമയമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങ് ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തുമെന്ന് കഴിയുമെങ്കിൽ. അതിതാണ് പ്രശ്നം. നവംബർ 12 കത്തയച്ച് നമ്മൾ ഈ പദ്ധതി മരവിപ്പിക്കണം, പദ്ധതിയല്ല ഈ MOU തന്നെ മരവിപ്പിക്കണം, പദ്ധതിയിലേക്ക് കടന്നില്ലല്ലോ, MOU മരവിപ്പിക്കണം എന്ന് നമ്മൾ ഒരു മര്യാദാപൂർവം അറിയിച്ചു. അവിടെ അവസാനിച്ചു ആ കാര്യം. ഇനി ഇത് തുടരണമെങ്കിൽ എന്ത് വേണം? ആ മരവിപ്പിക്കൽ മാറ്റണം. ഞങ്ങളിതാ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും കരാറിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയും കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഒക്കെ വേണം. അപ്പോൾ അതിന് നിങ്ങൾക്കും എതിരാണല്ലോ. നിങ്ങളിത് അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞ ആളുകളല്ലേ. അപ്പം നിങ്ങളെന്ത് വേണം ശരിക്കും? മുൻ ഗവൺമെൻറ് മരവിപ്പിച്ചത് ഞങ്ങൾ തുടരുന്നു എന്നല്ലേ പറയാൻ പറ്റൂ? ഒരു കാരണവശാലും ഈ പദ്ധതി വേണ്ടെന്നല്ലേ പറയാൻ പറ്റൂ? നിങ്ങളുടെ മേൽ ഒരു സമ്മർദ്ദവും ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ, എനിക്കറിയില്ല. കേന്ദ്ര ഗവൺമെൻറ് വല്ല സമ്മർദ്ദവും ചെലുത്തിയിട്ടുണ്ട്, വല്ല കത്തും അയച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അപ്പോൾ നിങ്ങൾ സത്യത്തിൽ ഇതിൽ തൊടാതിരുന്നാൽ മതി. ആ MOU മരവിപ്പിക്കണമെന്ന കത്ത് തുടർന്നാൽ മതി. അതാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ഇത് വാങ്ങണം. ഈ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയിൽ ചേരണം, ആ ഫണ്ട് വാങ്ങണം, ഒരുപാട് ഫണ്ടൊന്നും ഇല്ലാതെ എന്ന നിലപാടാണ് ഇപ്പോൾ നിങ്ങളുടെ മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ പറയുന്നത്. പിന്നെ PM ശ്രീ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞു. അത് പറയാൻ പാടില്ല. PM ശ്രീ പദ്ധതി തുടങ്ങിയിട്ടില്ല. തുടങ്ങാത്ത പദ്ധതിക്ക് ഫണ്ടില്ല. നയാ പൈസ വാങ്ങിയിട്ടില്ല. സമഗ്ര ശിക്ഷയുടെ ഫണ്ട് നമുക്ക് അർഹതപ്പെട്ട ഫണ്ട്, അതെല്ലാവർക്കും അർഹതപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് വേണ്ട ഫണ്ടാണ്. അത് കേരള ഗവൺമെൻറ് ചെലവഴിച്ച ഫണ്ടാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്തായിരുന്നു PM ശ്രീ പദ്ധതി ഇപ്പോൾ ചർച്ചയിലേക്ക് എടുത്തു കൊണ്ടുവന്ന് ഇത് രണ്ടാമത് വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള ചേതോവികാരം?
അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? കഴിഞ്ഞ ഗവൺമെൻറ് ആ കാര്യത്തിൽ നിങ്ങളുടെ കൂടി അഭിപ്രായം മാനിച്ച് സ്വീകരിച്ച ആ നടപടി തുടർന്നാൽ മതിയായിരുന്നില്ലേ? നമുക്കിത് വേണ്ടെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടതല്ലേ? PM ശ്രീ പാടില്ല എന്നാണ് പറഞ്ഞത്. എത്ര ആക്ഷേപം ഞങ്ങൾ കേട്ടു ഉയർപ്പൊട്ടയിൽ. സാരമില്ല, ഞങ്ങൾ കേട്ടോളാം. നിങ്ങളൊക്കെയാണ് ആക്ഷേപിച്ചത്. ഇപ്പോൾ അതെല്ലാം നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നില്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് എത്ര ദയനീയമായിട്ടാണ് പറഞ്ഞത്. അത് അങ്ങനെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചതാണ്, അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ. നമുക്ക് പറയുന്ന വാക്കുകൾക്കൊക്കെ ഉത്തരവാദിത്വമില്ല. ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, ഇത് രണ്ടാമത് ഇപ്പോൾ പൊടി തട്ടിയെടുക്കാനുള്ള കാരണം എന്താണ്? എന്തിനാണ് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചത്? നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിന്ദിക്കുന്നത്, ലംഘിക്കുന്നത്? അത് അങ്ങ് അതിന് മറുപടി പറയാൻ തയ്യാറാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷാക്കിർ നേരിട്ടാണ് ആ ചോദ്യങ്ങൾ, അതിലേതെങ്കിലും കൂട്ടിച്ചേർക്കലിൻ്റെ ആവശ്യമുണ്ടെന്നും തോന്നില്ല. ഷാക്കിറിൻ്റെ മറുപടിയിലേക്ക്. ആയിക്കോട്ടെ, പറയാം. പ്രിയപ്പെട്ട സ്വരാജിനോട്, നമ്മൾ യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി 2022 കർണാടക സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2022 കർണാടക ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. 2023 ആദ്യ സമയത്താണെന്ന് തോന്നുന്നു അവിടുത്തെ സ്കൂളുകൾ ലിസ്റ്റ് ചെയ്ത് അതിന് അംഗീകാരം കൊടുത്തത്. 2023 മെയ് 20 കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരുന്നത്. ഈ ഒരു സംഗതി പലപ്പോഴായി സ്വരാജിനെ പോലെയുള്ള CPM നേതാക്കന്മാരും സൈബർ ഹാൻഡിലുകളും തെറ്റായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വശം അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിൻ്റെ സർക്കാർ അല്ല അത് തീരുമാനിക്കുക, അവിടെ ഉണ്ടായിരുന്നു, അവരുമായി തീരുമാനിക്കട്ടെ. നമ്മുടെ വിഷയം ഇത്രയാണ്. ഒന്ന്, പുതിയ UDF ഞാൻ പറയട്ടെ, UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. 1 ലക്ഷം കുടുംബങ്ങളിലേക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്, യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ആദ്യ ക്യാബിനറ്റിൽ UDFന് VD സതീശൻ ഗവൺമെൻറ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഒരു മാസം കൊണ്ട് തന്നെ, ഒരു മാസം, നാളെ 18-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വന്നിട്ടുള്ളത്. മെയ് 18-ാം തീയതി, ജൂൺ 18 ആവുന്നേയുള്ളൂ. അതിനിടയ്ക്ക് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. നമുക്കറിയാം, ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2023 നിങ്ങളെ സർക്കാർ തന്നെ കാപ്പ ചുമത്തിയ, 2029-ലും 25-ൽ കാപ്പ ചുമത്തിയ ഒരാൾ 25-ൽ അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വലിയ ഗുണ്ടയൊക്കെയായി ഒരുപാട് 16-ലധികം കേസ്, ഒത്തിരി ഇഷ്ടംപോലെ കേസുകൾ ഒരു മനുഷ്യൻ, അദ്ദേഹം സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു RSSൻ്റെ നേതാവ്, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ച ഒരു സർക്കാരും ഭരണകൂടവുമാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSSൻ്റെ ആളുകൾ തെറ്റ് ചെയ്താൽ എന്താണ് UDFന്റെ നിലപാട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്. അത് ഇപ്പൊ നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ LDFന്റെ ആളുകളൊക്കെ സമരം ചെയ്ത് ആ അറസ്റ്റ് ശരിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ UDFന്റെ ഗവൺമെന്റ് ഈ മുന്നോട്ട് പോകുന്നു. ഇനി പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടിയിട്ടുള്ള ഈ ക്യാബിനറ്റിന്റെ തീരുമാനമായി നിങ്ങൾക്ക് മുമ്പാകെ 5-ാമത്തെ 6-ാമത്തെ തീരുമാനമായി ആ ബ്രീഫിംഗിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭാവി നടപടികൾ ആലോചിക്കാൻ, ഞാൻ പറയട്ടെ, ഭാവി നടപടികൾ ആലോചിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായ 4-അംഗ മന്ത്രിസഭ ഉപസമിതി വെച്ചിട്ടുണ്ട്. ആ ഇന്ന ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ടി വന്നാൽ ഈ കഴിഞ്ഞ ഗവൺമെൻറ് MOU ഒപ്പുവെച്ച കാരണം അത് ഈ സർക്കാരിൻ്റെ മേൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉണ്ടാക്കിയ ധാരണ തുടരേണ്ടി വന്നാൽ കൃത്യമായി ശ്രദ്ധിക്കണേ. അത് കരിക്കുലത്തിലോ അതുപോലെ തന്നെ സ്കൂളുകൾ തീരുമാനിക്കുന്നതിലോ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതും പരിശോധിക്കാൻ, ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി ഒരു സമിതി വെച്ചതിനെയാണ് നിങ്ങൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളെ ജനങ്ങൾ ഈ രീതിയിൽ ശ്രീ സ്വരാജിനെ പോലെയുള്ള ആളുകൾ പറയാനുള്ളത് നിങ്ങൾ അല്പം നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക്, ഒരുപാട് ആളും ബഹളം ഒന്നുമില്ലല്ലോ, നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ആളുകൾ ഇരിക്കുന്നത്. സ്വരാജ് ചോദിച്ചതും ചർച്ച ചെയ്യുന്നു, സ്വരാജ് പറഞ്ഞതൊക്കെ വിട്, കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുകയാണ്. 2025 നവംബർ 12-ന് കേരളത്തിൽ നിന്ന് ഈ പദ്ധതിയുമായി, ഈ പദ്ധതിയല്ല, അതൊരു കരാറാണ്, ധാരണയാണ്, കരാറ് പോലും ആയിട്ടില്ല. ആ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അതിൻ്റെ കാരണങ്ങൾ പറയുന്നു. അങ്ങനെയൊരു കത്തേ പോയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കളവല്ലേ? ഇതാണ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം. 2, അതിനെ പിൻപറ്റി പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ PM ശ്രീ ഫണ്ട് വാങ്ങിച്ചു, അതും കളവല്ലേ? ഇതാണ് 2. ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം? കേന്ദ്രത്തിൽ നിന്ന് വല്ല അർജൻസി ലെറ്ററും വന്നോ? ഇതുമായി മുന്നോട്ട് പോകണം എന്ന നിലയിൽ നിങ്ങൾക്ക് വന്നോ? ഇനി അഥവാ വന്നാൽ തന്നെ കഴിഞ്ഞ സർക്കാർ എടുത്ത ആ ധാരണാപത്രവുമായി മുന്നോട്ട് പോകാനില്ല എന്ന നിലപാടിൽ ഈ സർക്കാരിന് സുഖമായി മുന്നോട്ട് പോകാമായിരുന്നല്ലോ. അതിൽ നിന്ന് എന്തിനു ഇങ്ങനെ ചോദ്യങ്ങളാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഷാക്കിറിൻ്റെ മുമ്പിലുള്ള. ഞാനത് നിങ്ങളുടെ സമയം കളയേണ്ടെന്നോർത്താണ് ഞാൻ ചോദിക്കാതിരുന്നത്. അതിലേക്കൊന്ന് ദയവായി വരൂ പ്ലീസ്. അല്ല,
ചോദ്യം മാത്രമാക്കല്ലേ, ഉത്തരം പറയാൻ സമയം തരി. അത് പറയാനാണ് ഞാൻ മാത്രമാവല്ലേ? ക്ഷണിക്കുന്നത്. പറയൂ. അല്ല, ഓക്കെ, നിങ്ങൾ ഇടപെടല്ലേ. ഇപ്പം ശ്രീ സ്വരാജ്, നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യം ഇതിൻ്റെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും, നമ്മുടെ മുമ്പിലുള്ള രേഖ ഇന്നലെ ക്യാബിനറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രി പുറത്ത് വിട്ടിട്ടുള്ള ആ ക്യാബിനറ്റ് തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അത് പുതുതായി PM ശ്രീ തുടരാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ നേരത്തെ കഴിഞ്ഞ നവംബർ 12-ാം തീയതി അയച്ച കത്തിലുള്ള വാചകം തന്നെയാണ് ഒരു അർത്ഥത്തിൽ ഇതിലുമുള്ളത്. ഞങ്ങളുടെ മന്ത്രിസഭാ സമിതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിനാണ് നിങ്ങൾ ഈ എന്തോ വലിയ സംഭവം കിട്ടിയതുപോലെ. അതിനൊപ്പം മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ എന്തിനും വാസ്തവ വിരുദ്ധമായ കാര്യം പറഞ്ഞു? നിങ്ങൾ മനസ്സിലാക്കുക ഷാക്കിർ, അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം അത് വിശദീകരിച്ച മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ എന്തിനു പറഞ്ഞു? അതാണ് ചോദ്യം. അല്ല, അത് നിങ്ങൾക്ക് വാസ്തവവിരുദ്ധമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് ഈ മുമ്പിൽ ഇനിയും ഇരുന്ന് തരും. ഞാൻ പറയുന്നത് ഉത്തരവാദപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്നുള്ള നിലക്ക് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വീകരിച്ച, പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്നലെയും എന്താ പറയുക, നമ്മളൊക്കെ ഫോണിൽ കിട്ടുന്നുണ്ട്. VD സതീശൻ മുമ്പ് പറഞ്ഞ കാര്യം, ഇത് ഡിമാൻഡ് രഹിതമായി MOU ഒപ്പുവെച്ച് ശരിയായില്ല. അതായത് നമ്മൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഇത് നടപ്പിലാക്കുമെങ്കിൽ, ഒരു നെഗോഷിയേഷൻ നടത്തി നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളൊക്കെ പിന്തുണക്കുമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അന്ന്. പക്ഷേ KM ഷാജി പറഞ്ഞത് കേട്ടാൽ PM ശ്രീയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നല്ലേ ആളുകൾക്ക് തോന്നുക? ഷാക്കിർ, KM ഷാജി എന്ന മന്ത്രി പറഞ്ഞത് കേട്ടാൽ പണ്ട് പറഞ്ഞതുപോലെ അറബിക്കടലിലേക്ക് ഒന്നും കൊണ്ട് എറിയാൻ കഴിയില്ല എന്ന് വെച്ചാൽ സർക്കാർ PM ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്നല്ലേ മന്ത്രി ഷാജി പറഞ്ഞതിന്റെ ഒരു ധ്വനി? അതൊരു യൂട്ടേൺ അല്ലേ? അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ സർക്കാർ യൂട്ടേൺ അടിച്ചതുപോലെ സർക്കാർ യൂട്ടേൺ അടിക്കും നിങ്ങൾ മുൻധാരണ വെക്കല്ലേ? അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഷാജി എന്ന മന്ത്രി പറഞ്ഞതിനെ കുറിച്ചാണ്. ഷാജി പറഞ്ഞത് ഒരു ശരാശരി മലയാളി കേട്ടാൽ തോന്നുന്നത് എന്താണ്? അത്രേ ചോദിച്ചുള്ളൂ. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്ക്. KM ഷാജി എന്ന മന്ത്രി ഇപ്പോൾ പറയുന്നത് കേട്ടാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതുമായി താരതമ്യം ചെയ്താൽ എന്ത് മനസ്സിലാക്കണം? അല്ല, അത് ഷാജി തന്നെ എന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. പിന്നെ നിങ്ങൾ ധ്വനിയായി വേറെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഇന്നലെ നമ്മുടെ പ്രസംഗത്തിലൊക്കെ പലതും പറയും. PM ശ്രീ അറബിക്കടലിൽ കൊണ്ടുപോയി എറിയാനാകുമോ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടെന്നേ. ഷാക്കിർ, ഇത് നല്ല മലയാളമാണ് ഷാജി പറഞ്ഞത്. പ്രസംഗത്തിലൊക്കെ പലതും പറയും. അങ്ങനെയൊക്കെ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാകാം. ഇതാണ് അതിന്റെ അർത്ഥം. അറബിക്കടലിൽ കളയാനാകുമോ എന്ന് ചോദിച്ചാൽ പണ്ടങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മന്ത്രിയായിരിക്കുമ്പോൾ സർക്കാരായിരിക്കുമ്പോൾ കളയില്ല, ഈ നാട്ടിൽ അത് ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല ശരത്തെ, ശ്രീ ഷാജിയുടെ പ്രസംഗമാണോ VD സതീശന്റെ ഏതെങ്കിലും പ്രസ്താവനകളാണോ ഐക്യജനാധിപത്യങ്ങളുടെ സർക്കാർ എടുത്തിട്ടുള്ള ക്യാബിനറ്റുടെ തീരുമാനമാണോ? എന്താണ് നമ്മൾ ഇവരിലൂടെയൊക്കെയാണ് അത് ജനങ്ങളിലേക്ക് വരുന്നത്. തീരുമാനം എന്താ ഷാക്കിർ? ഞാൻ അത്ഭുതം തോന്നുകയാണ് താങ്കൾ പരിശോധിക്കട്ടെ. നിങ്ങൾ സമയം കൊടുക്കുന്നേ, ഈ സർക്കാർ ഇരിക്കാൻ സമയം കൊടുക്ക്. ഇന്ന് ഷാജി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ശ്രീ സ്വരാജിന് മനസ്സിലായത്? സമയം കൊടുക്ക്. ഈ നിങ്ങൾ സമയം കൊടുക്കാതെ അലട്ടുകയാണോ? യെസ്, സ്വരാജ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള വിശദീകരണത്തിൽ നിന്ന് അവശേഷിക്കുന്ന സംശയം. സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. ഞാനതിന് അദ്ദേഹത്തോട് യോജിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ദിശ എങ്ങോട്ടാണെന്നുള്ളത് വ്യക്തമാകാൻ ഈ ഒരു മാസം മതി. അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് വളരെ ആവേശത്തോടെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ ചർച്ചയുടെ നേരിട്ടുള്ള വിഷയമല്ലെങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ പോലെ അത്രയും ആവേശവും സംതൃപ്തിയും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിലുണ്ടോ? നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു, കാപ്പ കേസിലെ പ്രതിയെ പിടിച്ചതൊക്കെയാണ് പറഞ്ഞു. ഞാൻ നിങ്ങളെ ഈഴ്ത്താനോ പരിഹസിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഈ തിരുവനന്തപുരത്തു നിന്നുള്ള ആരോഗ്യമന്ത്രി നിങ്ങൾ ഈ പറഞ്ഞ കാപ്പ കേസിലെ പ്രതിയെ പോലീസ് പിടിച്ചതിന് എതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് വെടിവെച്ചു, ആകാശത്തേക്ക് വെടിവെച്ചു, അങ്ങനെയൊക്കെയല്ലേ പിടിച്ചത് സാഹസികമായിട്ട്. അത് പാടില്ല, ആ വെടിവെച്ചൊന്ന് അവസാനിക്കണം, ഈ പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ പറയാൻ കാരണം എന്നുള്ളത് അങ്ങ് തിരുവനന്തപുരത്തെ അങ്ങയുടെ പ്രവർത്തകരോട് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ ചർച്ചയിൽ ആ വിഷയം കൊണ്ടുവരണമെന്ന് കരുതുന്നില്ല. മാത്രമല്ല അങ്ങയുടെ പറഞ്ഞു ഒരു മാസമല്ലേ ആയുള്ളൂ, നിങ്ങൾ സമയം കൊടുക്കൂ. ഞങ്ങളിത് ഉയർത്തി ഏതെങ്കിലും തരത്തിലൊരു സമരമോ പ്രക്ഷോഭമോ ഒന്നും നടത്തിയിട്ടില്ല. പകരം എന്താണ്, ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അത് പറയാൻ പാടില്ലേ?
അഭിപ്രായം പറയാൻ പാടില്ലേ? വിമർശിക്കാൻ പാടില്ലേ? ഞങ്ങളുടെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. നിങ്ങൾ എന്തിന് ഞങ്ങൾ മണ്ണിട്ട് മൂടിയ ഒരു നിങ്ങൾ വിമർശിച്ച പദ്ധതി വീണ്ടും എടുക്കുന്നു? നിങ്ങൾ പറഞ്ഞത് കർണാടകയിൽ കോൺഗ്രസ് തുടങ്ങിയതല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളിത് തുടരുന്നില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തോ? എവിടെയെങ്കിലും എടുത്തോ? പഞ്ചാബിൽ ഒപ്പിട്ട MOU അല്ലേ റദ്ദാക്കിയത്, മരവിപ്പിച്ചത്? രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളുടെ നിലപാട് എന്തായിരുന്നു? തെലങ്കാനയിൽ എന്തായിരുന്നു നിലപാട്? ഇനി RSSനോട് കോൺഗ്രസിനുള്ള സമീപനം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടോ? ഞാനീ ഒരു മാസം പ്രായമായ ഗവൺമെൻറ്റിനെ കൂടുതൽ അങ്ങനെ പരിശോധിക്കേണ്ട എന്ന് കരുതിയാണ്. പക്ഷെ പരിശോധിക്കാൻ നിന്നാൽ അത് പ്രയാസമായിരിക്കും. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചത് ആരുടെ താല്പര്യപ്രകാരമാണ്? എന്താ വന്ദേമാതരത്തിൻ്റെ ചരിത്രം? ഇസാൻ ജാഫ്രിയെ ആദ്യം കൈവിരലുകളും പിന്നെ ഇരുകരങ്ങളും 2 കാലും വെട്ടിമുറിച്ച് കളഞ്ഞ് തീയിലെറിയുന്നതിന് മുമ്പ് വാളേന്തിയ വർഗീയവാദികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചത് ഈ വന്ദേമാതരം ആലപിക്കാനായിരുന്നു. അതിൻ്റെ ചരിത്രമുണ്ട്. ഞാനതിലേക്ക് വിശദമായിട്ട് അങ്ങനെ ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്തിനധികം പറയുന്നു, ഈ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് ഇപ്പോൾ RSSൻ്റെ തിട്ടൂരമല്ലേ? പൂർണ്ണതോതിൽ വന്ദേമാതരം ആലപിക്കണം. ഇന്നുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. രാഷ്ട്രശില്പികളുടെ തീരുമാനം എന്തായിരുന്നു? വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ വരികൾ മതി, അതാണ് സർവ്വസ്വീകാര്യം. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതെന്താ? RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ കേരളത്തിലെ UDF സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം എഴുതി. ഗവൺമെൻറ്റിൻ്റെ ആദ്യ മണിക്കൂറിൽ RSSൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യയിലെ ഏക NDA ഇതര മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിച്ചു. NDAയുടെ കൺവീനർ അദ്ദേഹത്തെ കണ്ട് പൂച്ചെണ്ടു നൽകി. ഇതിനു മുമ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ, UDF LDF മുഖ്യമന്ത്രിയെ ഇങ്ങനെ BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വന്ന് കണ്ട് പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി കേന്ദ്ര വിമർശനത്തിൻ്റെ ഒരു വാക്കില്ലാത്ത നയപ്രഖ്യാപനം നിയമസഭയിൽ മുഴങ്ങി. 10 കൊല്ലത്തിന് ശേഷം ആ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ ഉടനെ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ നയമാണ്, ഞങ്ങളുടെ പ്രകടന പത്രിക അതുപോലെ കോപ്പിയടിച്ച് നിങ്ങളുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ആവേശം പകരുന്നതാണോ? നിങ്ങളിതിനെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളിതിൽ പങ്കാളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിലെ പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലിനെ അല്ലേ നേരെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവന്ന് നാടിത് അംഗീകരിക്കുമോ? നല്ലതാണോ? യൂട്ടേണിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, യൂട്ടേൺ അടിച്ചില്ലേ, റദ്ദാക്കിയില്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്തത്? അളിയൻ്റെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ നമുക്ക് വിടാമെന്ന് കരുതുക. പക്ഷേ നാടിൻ്റെ മതനിരപേക്ഷതയെ ഒറ്റിക്കൊടുക്കുന്ന, ഓർഗനൈസറിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങുന്ന, BJP സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന, NDA കൺവീനറുടെ ഐക്യദാർഢ്യം സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് ഈ ഒരു മാസത്തിനിടയിൽ നിങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് അഭിമാനിക്കത്തക്കതാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് വിനയത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഒപ്പം ഒടുവിൽ അങ്ങോട്ട് സൂചിപ്പിച്ചു, എന്തിനാണിപ്പോൾ ഞങ്ങളിത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഈ കമ്മിറ്റിയെ വെച്ചിട്ടല്ലേ ഉള്ളൂ എന്നാണ്. ശരി, അങ്ങയുടെ വാദങ്ങളെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, നമ്മൾ തമ്മിലൊരു തർക്കം ഒഴിവാക്കാം. ഇപ്പോൾ പറഞ്ഞാൽ മതി, ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടിന് മാറ്റമില്ല എന്ന് പറയാൻ പറ്റുമോ? ഏത് നിലപാട്? ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ PM ശ്രീ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ നിലപാട്. LDF ഗവൺമെൻറ്റിനെ എതിർത്ത് നിങ്ങൾ സമരം ചെയ്തപ്പോൾ സ്വീകരിച്ച നിലപാട്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ വെച്ചിട്ടുള്ള ഈ മന്ത്രിസഭാ ഉപസമിതി ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നു, ഞങ്ങൾ വെച്ച ഉപസമിതി അതായിരുന്നു ഉദ്ദേശം, പദ്ധതി നടപ്പാക്കാതിരിക്കാനായിരുന്നു. അതാണ് മരവിപ്പിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാനുള്ള ആദ്യ നടപടികളിലേക്ക് കടക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള കമ്മിറ്റി രൂപീകരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള സ്കൂളുകളുടെ പട്ടിക കൊടുക്കാതിരുന്നത്. ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നേരിട്ട് ഡൽഹിയിൽ പോയി, സെക്രട്ടറിയെ കൂട്ടി ഡൽഹിയിൽ പോയി അവിടെ കേന്ദ്രമന്ത്രിയോട് ഇതാണ് ഞങ്ങളുടെ എടുത്ത നിലപാട് എന്നറിയിച്ചത് അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആ നിലപാട് ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ എല്ലാ ആശങ്കയും മാറും.
ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ചും മാറുന്നില്ല, അങ്ങേക്ക് നെഞ്ചുരിച്ച് പറയാം, ഒരു ഇഞ്ചും ഞങ്ങൾ മാറുന്നില്ല, ഞങ്ങളിത് അറബിക്കടലിൽ എറിയുക തന്നെ ചെയ്യും. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഞങ്ങൾ നടപ്പാക്കില്ല. LDF ഗവൺമെൻറ് മരവിപ്പിക്കാൻ പറഞ്ഞ ആ MOU ജീവൻ വെപ്പിക്കാൻ ഞങ്ങളില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. നമുക്ക് ഒരേ നിലപാടായിട്ട് പോകാമല്ലോ. ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായി നമുക്ക് യോജിക്കാമല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം, ആ നിലപാട് സ്വീകരിച്ചാൽ മതി. പറ്റുമോ? മുമ്പ് പറഞ്ഞ പോലാണെങ്കിൽ അതോടെ ചർച്ച അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, വേറെ ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഷാക്കിർ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വരാജ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം, ഒരു മാസം എന്നുള്ളത് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള, പൂർണ്ണാർത്ഥത്തിൽ വിലയിരുത്താനുള്ള ഒരു കാലപരിധിയൊന്നുമല്ല, സംശയമൊന്നുമില്ല. പക്ഷേ സ്വരാജ് പറഞ്ഞൊരു കാര്യം, പക്ഷേ ഒരു ദിശ വ്യക്തമാണ്. അതേക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളും ഷാക്കിറിൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾ നാട് ഭരിക്കുന്ന, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അന്നത്തേത് തന്നെയാണോ ഇന്നത്തേത് എന്ന ചോദ്യം, ദിശ സർക്കാരിൻ്റെത് വ്യക്തമാണ് എന്ന നിരീക്ഷണം വരുമ്പോൾ നിങ്ങൾക്കതിന് മറുപടിയോ വിശദീകരണമോ നൽകേണ്ടതായ സാഹചര്യം കൂടിയുണ്ട്. ഷാക്കിർ, ഒന്ന്, ഞാനിപ്പോൾ ശരത്തിന് പഴയ കാലത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുള്ള ഒരു പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ക്ലിപ്പ് ശരത്തിന് അയച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പ്രതിപക്ഷത്ത് ഉപനേതാവായ സമയത്ത് പറഞ്ഞതെന്ന് അതേ സ്റ്റാൻഡിൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റ് ഐക്യജനാധിപത്യ മുന്നണിയും എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് കാണാമല്ലോ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്. UDFൻ്റെ ഗവൺമെൻറ് നിങ്ങളൊക്കെ പ്രവചിക്കുന്നത് പോലെ, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ഈ PM ശ്രീ അതേപടി നടപ്പിലാക്കാനാണ് ശ്രമമെങ്കിൽ അന്ന് നമുക്ക് ഇതുപോലെയോ അല്ലെങ്കിൽ മറ്റ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ എന്താണ് അഭിപ്രായമെന്ന് അന്ന് തുറന്നു പറയും. നമ്മളൊക്കെ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞ് ഞാനിപ്പോൾ ശരത്തിന് അയച്ചിട്ടുണ്ട്. അതേ ആവൃത്തി തന്നെയാണ് ഇന്നലെയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, അതിൽ മാറ്റമുണ്ടായിട്ടില്ല. അതുപോലെ PMS സലാം സാഹിബ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അതാണ്. ഈ RSSൻ്റെ കാവ്യവൽക്കരണത്തെ വിദ്യാഭ്യാസ രംഗത്തോ മറ്റേതെങ്കിലും രംഗത്തോ ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ്റെ സർക്കാർ RSSന് എന്താ പറയുക സ്തുതി പാടിയതുപോലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ അത്തരം പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് നെഞ്ചി വിരിച്ച് അഭിമാനത്തോടു കൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയാണ്. ഇപ്പോൾ സ്വരാജിനെ പോലെയുള്ള CPMൻ്റെ അല്ലെങ്കിൽ ഇന്ന് SFIയുടെ ഒരു നേതാവിൻ്റെ പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. DYFക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്ഥിരമായി വിളിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്, ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. രക്തസാക്ഷികളൊക്കെ മരിച്ചുപോയി നിങ്ങൾ പറയുന്നത് സത്യത്തിൽ ഈ 10 കൊല്ലം വാ തുറക്കാൻ കഴിയാതിരുന്ന RSS സേവ നടത്തിയ പിണറായി വിജയൻ സർക്കാരിനോട് ഒരക്ഷരം മിണ്ടാൻ കഴിയാതിരുന്ന സ്വരാജിനെ പോലെ DYFI നേതാക്കളെ പോലെ SFIക്കാരായ ആളുകൾക്ക് ഞങ്ങളൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ അഭിപ്രായം പറയാൻ അവകാശമില്ലേ, നിങ്ങൾ തുറന്ന് പറയാം. ഇവിടെ പിണറായി വിജയനല്ല മുഖ്യമന്ത്രി, ശ്രീ VD സതീശനാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോളൂ. SFIക്ക് പറയാം, DYFIക്ക് പറയാം, പ്രിയപ്പെട്ട സ്വരാജിനെ പോലെയുള്ള CPM നേതാക്കന്മാർക്ക് പറയാം, തുറന്ന് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ 10 കൊല്ലം എന്താ പറയുക ഒരു മരിച്ച പോലെ കിടക്കുകയായിരുന്നില്ലേ? മരിച്ചു കിടക്കുന്നതാണ് ശരിക്കും, പക്ഷേ മരിച്ച പോലെയായിരുന്നു ഇപ്പം നമുക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ, തീരുമാനം വരട്ടെ. തീരുമാനം വരുമ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഐക്യജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞ വാചകങ്ങളിൽ നിന്നും ഏതെങ്കിലും അത് നിലപാടും നയവുമാണ് പാർട്ടിയുടെ മുന്നണിയുടെ, അതിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു മാസത്തെ ഭരണം വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ പറയാനില്ല എന്നാണ് പ്രിയപ്പെട്ട ബഹുമാന്യനായ സ്വരാജ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട്ടെ കൈരളി സ്റ്റുഡിയോയിലാണ്. ഇതിന് തൊട്ടടുത്ത് വെച്ചാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത യോഗത്തിലേക്ക് RSSകാർ ആക്രമണം നടത്തിയത്. ഒരു കേസ് പോലും മര്യാദയ്ക്ക് നിങ്ങൾ അന്ന് എടുത്തിട്ടില്ല. അന്ന് നിങ്ങളാരും സംസാരിക്കാറില്ലായിരുന്നു. നിങ്ങളാണ് RSSന് വേണ്ടി ഗവർണർ ഉത്തരവിട്ട അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ചൊല്ലിയ വന്ദേമാതരത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്. എന്നാൽ MLAമാരെ സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്, അതിനുശേഷം നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു നിലപാട്? അതിനുശേഷം ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത കോൺഗ്രസ് എസിന്റെ സമ്മേളനത്തിൽ ശരത്തെ ഈ സ്വരാജിനെ പോലെയുള്ള ആളുകൾ ചോദിക്കണ്ടേ, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് എസിന്റെ ഒരു സമ്മേളനത്തിൽ പോയി സഖാവ് പിണറായി വിജയൻ പങ്കെടുക്കുന്നത്? അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ വന്ദേമാതരം ചൊല്ലിയല്ലോ. നിങ്ങളുടെ സഖ്യകക്ഷിയുടെ പരിപാടിയിൽ നിങ്ങൾക്കതൊന്നും പറയാനില്ലേ? എന്നാൽ UDF സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന പരിപാടിയിൽ
ആ വന്ദേ മാതരം പഴയ പോലെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ആ വരികളെ ചൊല്ലിയിട്ടുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കല്ലേ. നിങ്ങൾ ഏത് വിഷയം ചർച്ചക്കെടുത്തോ നെഞ്ച് വിരിച്ച് ആ നിലപാട് ശരിയാണ് എനിക്ക് മനസ്സിലായില്ല ഷാക്കിർ, ആ പറഞ്ഞത് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായ തോതിൽ ആലപിച്ചിട്ടില്ല എന്നും ജവഹർലാൽ നെഹ്റു ഒക്കെ വിഭാവനം ചെയ്തതും സമ്മതിച്ചതുമായ വരികൾ മാത്രമാണ് ആലപിച്ചതെന്നാണ് ഷാക്കിർ പറഞ്ഞതെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. പിന്നെ പറഞ്ഞത് അങ്ങനെയല്ല. വ്യക്തമാക്കി തരാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് സത്യപ്രതിജ്ഞ നടത്തുന്നത് നമ്മുടെ ഗവർണറാണ്. ആ സത്യപ്രതിജ്ഞ സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പാണ്. എന്നാൽ അത് കഴിഞ്ഞ് MLA-മാരുടെ അവിടെ വന്ദേ മാതരം ചൊല്ലിയിട്ടില്ല. പൊതുഭരണ വകുപ്പാണ് പ്രഖ്യാപനത്തിൽ ഇതുപോലെ ചൊല്ലിയിട്ടില്ല. അതിൽ തന്നെ പെശകുണ്ട്. കാരണം അത് പൊതുഭരണ വകുപ്പാണ് അതിന്റെ ചുമതലക്കാർ. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കാര്യപരിപാടി തയ്യാറാക്കി ലോക് ഭവനിൽ കൊടുക്കുന്നു. ഗവർണറുടെ ഓഫീസ് അത് ക്ലിയർ ചെയ്ത് തരുന്നത് നേരെ നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുന്നു. നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ക്ലിയർ ചെയ്യുന്നു. അവിടെ നിന്ന് വരുന്ന ലോക് ഭവനിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും കാര്യപരിപാടിയും അംഗീകരിക്കുന്നു. അതിനുശേഷമാണ് പരിപാടി. നടത്തിപ്പ് പൊതുഭരണ വകുപ്പിന്റെ കീഴിലാണ്. വെറുതെ പറയല്ലേ. ഞാൻ വിടാം. ദാ ഒരു MLA ആയിരുന്ന ആൾ ഇവിടെ ഉണ്ടല്ലോ. വേണ്ട, വിട്ടേക്കാം. ഞാൻ വിട്ടു പ്രധാന വിഷയം. ഒരു മിനിറ്റ്. പിന്നീട് ഗവർണർ തന്നെ പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ പുതിയ കൂട്ടിച്ചേർത്ത വരികൾ ചൊല്ലാത്തത് കൊണ്ട് ഗവർണർ പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ശരിയായില്ലെന്ന്. UDF-ന് നിലപാട് തൻ്റെ അടുത്തോട് കൂടെ പറയാൻ കഴിയും. സ്വരാജ്, ഈ വന്ദേ മാതരത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് എന്ന് വെച്ചാൽ അതിൽ ഉദ്ദേശിക്കുന്നതാണ് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിയമസഭാ സ്പീക്കറുടെ നേതൃത്വത്തിൽ വരുന്നൊരു ഇടമാണ്. അവിടെ വന്ദേ മാതരത്തെ ആ നിലയിൽ തന്നെ അവതരിപ്പിക്കാനായി എന്ന താരതമ്യം ഷാക്കിർ ഉന്നയിച്ചത് പ്രസക്തമാണ്. ഒന്ന്. രണ്ട്, മുസ്ലിം ലീഗിന്റെ മുൻ നിലപാടിൽ തന്നെ ലീഗ് ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. അത് ഭരണത്തിൽ PM ശ്രീയുടെ കാര്യത്തിൽ പ്രതിഫലിക്കും. PM ശ്രീ നടപ്പാക്കില്ല എന്ന് വിശ്വസിക്കുന്ന യൂത്ത് ലീഗ് നേതാവാണ് ഷാക്കിർ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നേതാക്കളിൽ ആ നിലയിൽ വിശ്വാസമുണ്ടെന്നാണ് പറഞ്ഞു വെച്ചത്. പകരമോ പിണറായി സർക്കാർ RSS സ്തുതി എങ്ങനെയൊക്കെ നടപ്പാക്കിയെന്ന് ആ കാലത്ത് അവർ പറഞ്ഞോ, പ്രചരിപ്പിച്ചോ, അല്ലെങ്കിൽ ആക്ഷേപിച്ചോ, വിമർശിച്ചോ, അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തെയും CPIM-നെയും മുസ്ലിം ലീഗ് കാണുന്നത്. വിശദീകരണത്തിൽ ആ നിലയിൽ കൂടി പരാമർശിക്കാൻ ശ്രമിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിശദീകരണം. അതെ, നമുക്ക് PM ശ്രീ വിഷയത്തിലെ ചർച്ച അദ്ദേഹം ഇവിടെ പറഞ്ഞു. മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ആ നിലപാട് ഇപ്പോഴും തുടരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നമുക്ക് കരുതാം. അദ്ദേഹത്തിൻ്റെ കരുത്ത് പോരാ അത് പറഞ്ഞപ്പോൾ. എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നടപ്പാക്കില്ല എന്നല്ല. അപ്പോൾ ആ നയം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പദ്ധതി ഇവിടെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ്. ഞാൻ ശരി, നിങ്ങൾ പറയുന്നതിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. നിങ്ങൾ അന്ന് പറഞ്ഞ നിലപാട്, PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പറഞ്ഞ നിലപാട്, നേരത്തെ പറഞ്ഞ അറബിക്കടലിൽ എറിയും എന്നതുൾപ്പെടെയുള്ള ആ ഒരു കാരണവശാലും കേരളം PM ശ്രീ പദ്ധതി നടപ്പാക്കരുത് എന്ന നിലപാട്, അതേ നിലപാട് തന്നെയാണ് ഇവിടെ പദ്ധതി നടപ്പാക്കില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസം. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനിപ്പോൾ തർക്കിക്കാൻ വരുന്നില്ല. അങ്ങും ഞാനുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ട് എങ്കിൽ നമുക്ക് കാത്തിരുന്നത് കാണാവുന്നതാണ്. അന്ന് കൈരളി ചാനലിലും ഇത് പരിശോധിക്കാം. ഞാൻ അങ്ങ് പറയുന്നത് ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാനങ്ങ് സ്വീകരിക്കുന്നുവെങ്കിലും സംശയം എവിടെയാണ് വരുന്നത്? ഈ ക്യാബിനറ്റിലെ മന്ത്രിമാർ പരസ്യമായി നടത്തിയ എല്ലാ പ്രതികരണങ്ങളും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ആരോഗ്യവകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചു. തൃശ്ശൂരിൽ തദ്ദേശ വകുപ്പ് മന്ത്രി, അങ്ങയുടെ കൂടി നേതാവ് വിശദീകരിച്ചിട്ടുള്ള കാര്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇത് നിങ്ങൾ പറയുന്ന പോലെയല്ല. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന വ്യക്തമായ സൂചനയാണ്, ന്യായീകരണങ്ങളാണ്. ഇത് നടപ്പാക്കേണ്ടി വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അങ്ങ് പറയുന്നു ഇല്ല, നടപ്പാക്കില്ല. ശരി, നമ്മളിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മളാണല്ലോ. അപ്പോൾ നടപ്പാക്കില്ല എന്നുള്ള അങ്ങയുടെ വാക്ക് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കടന്നുപോയി. അങ്ങനെയൊക്കെ പറയാമോ? നമ്മളിങ്ങോട്ട് ചർച്ച ചെയ്യിക്കുമ്പോൾ RSS പ്രീണനത്തിൻ്റെയും മറ്റുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കും? ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബോധപൂർവം വിട്ടുകളഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല. RSSൻ്റെ മുഖപത്രമാണ് ഓർഗനൈസർ. ആ മുഖപത്രം
അധികാരമേറ്റ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ മണിക്കൂറിൽ അഭിനന്ദിച്ചത്, ഇന്ത്യ രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരെ അഭിനന്ദിച്ചത് ഇവിടെയാണ്, വേറെ ഇവിടെയല്ല. എന്തേ RSSന് അഭിനന്ദിക്കണം തോന്നി? 10 കൊല്ലം ഇവിടെ ഞങ്ങൾ ഭരിച്ചപ്പോൾ അഭിനന്ദിച്ചിട്ടില്ലല്ലോ, നിങ്ങളെ അഭിനന്ദിക്കണം തോന്നി. BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പിന്തുണയങ്ങ് പ്രഖ്യാപിച്ചു. എന്താ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ നയപ്രഖ്യാപന പ്രസംഗം ഞങ്ങളുടെ നയമാണ്, അതാ പറഞ്ഞത്. അങ്ങ് അറിഞ്ഞില്ലേ അത്? ഞങ്ങളുടെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എതിർക്കേണ്ട കാര്യമില്ല, നയപ്രഖ്യാപനത്തെ എതിർക്കുന്നില്ല എന്ന നിലപാടാണ് പരസ്യമായിട്ട് പ്രസിഡന്റ് പറഞ്ഞത്. NDAയുടെ കേരളത്തിലെ കൺവീനർ മുഖ്യമന്ത്രിയെ കണ്ട് പൂച്ചൊണ്ട് കൊടുത്ത് സ്വീകരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെ മുഖ്യമന്ത്രി, നിങ്ങളീ പറയുന്ന എല്ലാ കുറവുകളുള്ള മുഖ്യമന്ത്രി. ഒരു NDA കൺവീനറും പൂച്ചെണ്ട് കൊടുക്കാൻ വേണ്ടി കയറി വന്നിട്ടില്ല. ഒരു BJP സ്റ്റേറ്റ് പ്രസിഡൻറ്റും പിന്തുണ അറിയിക്കാൻ വന്നില്ല. ഓർഗനൈസർ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുഖപ്രസംഗം നടത്തിയുമില്ല. പകരം നമ്മുടെയൊക്കെ ഓർമ്മയിൽ വേറൊന്നുണ്ട്. ഉജ്ജയിനിയിലെ RSSൻ്റെ മഹാസമ്മേളനത്തിൽ പാർലമെൻ്റ് അംഗങ്ങളായ BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ RSSൻ്റെ അവിടുത്തെ നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയ ഒരു പ്രസംഗം. എന്താണ്? പിണറായി വിജയൻ്റെ തലയറുത്തു കൊണ്ടുവരാൻ ഒരാൾ തയ്യാറായാൽ 1 കോടി ഉറുപ്പിക ഇനാമായി ഞാൻ നൽകും എന്നാണ് പ്രസംഗം. നിങ്ങളുടെ ഒന്നും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഒരു രോമത്തിന് പോർലേറ്റിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും ഒരു UDF നേതാവിൻ്റെ തലയെടുത്ത് കൊണ്ടുവന്നാൽ 1000 ഉറുപ്പ്യ തരാമെന്ന് ഒരു RSSകാരനും പ്രസംഗിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം? എന്താണ് ഈ വിരോധത്തിൻ്റെ കാരണം? നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രചരണം നടത്തി. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും, പരസ്പര അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, വിമർശനം ഉണ്ടാവും. പക്ഷേ ഏതുവരെ പോകാം നമ്മൾ ചിന്തിക്കില്ലേ? നൂറുകണക്കിന് മനുഷ്യരിവിടെ ജീവൻ കൊടുത്തതാണ് കേരളത്തിൽ RSSനെ പ്രതിരോധിക്കാൻ. നിങ്ങൾ പറഞ്ഞില്ലേ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യമൊക്കെ. എങ്ങനെയാണ് ആ മുദ്രാവാക്യം ഉണ്ടായത്? എത്ര പേർ ജീവൻ കൊടുത്തു? കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെടുത്താലും RSSനെ പ്രതിരോധിച്ചതിന് ജീവൻ ബലിയർപ്പിച്ച ഒരു സഖാവിൻ്റെ ചരിത്രം ഉണ്ടാവും അവിടെ. എത്ര പേർ ജീവൻ കൊടുത്തു? നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു പ്രവർത്തകൻ്റെ രോമത്തിന് പോർലേറ്റിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയും? ഞങ്ങളുടെ എത്ര പേർ എത്ര ഉയർന്ന നേതാക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൊല്ലപ്പെട്ട അനുഭവം ഈ കേരളത്തിലുണ്ട്. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക നിങ്ങൾ. എന്നിട്ട് കേസിൻ്റെ കാര്യം നിങ്ങൾ പറയുന്നു. കേസെടുക്കേണ്ടിടത്തൊക്കെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ എടുത്ത കേസ് പിൻവലിച്ച ചില അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് മറക്കരുത്. ഈ തിരുവനന്തപുരത്ത്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, അങ്ങ് കോഴിക്കോടാണ്. എന്നാൽ പിന്നെ കോഴിക്കോട്ടെ കാര്യം പറയാം. കോഴിക്കോട്ട് കടപ്പുറത്ത് വന്നിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് പ്രവീൺ തൊഗാഡിയ വിഷം തുപ്പുന്ന പ്രസംഗം നടത്തിയത്. പോലീസ് കേസെടുത്തു. കാരണം കേസെടുക്കാതിരിക്കാൻ പറ്റില്ല, അത്ര മാരകമാണ് പ്രസംഗം. കേസെടുത്തു. ആ കേസ് നിരുപാധികം പിൻവലിച്ചു കൊടുത്തു RSSൻ്റെ അഭ്യർത്ഥനയുടെ മുന്നിൽ. ആരാ ആഭ്യന്തരമന്ത്രി എന്ന് ഓർമ്മയുണ്ടോ? നിരുപാധികം പിൻവലിച്ചു. ഇവിടെ ഞാനിരിക്കുന്ന തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി കോളേജിൽ കേശവാസപുരത്ത് പുറമേ നിന്നുള്ള RSS അക്രമികൾ കോളേജിൽ കയറി വിദ്യാർത്ഥികളുടെ നേരെ അക്രമം ഒഴിച്ചു വിട്ടപ്പോൾ പോലീസ് എത്തി തടയാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ബോംബ് പൊട്ടി അദ്ദേഹത്തിൻ്റെ കാല് ചെതറിത്തെറിച്ചു. സ്വാഭാവികമായിട്ടും വലിയ വകുപ്പാണ്. എക്സ്പ്ലോസീവ് ആക്റ്റൊക്കെ ഉൾപ്പെടെ വധശ്രമത്തിന് കേസെടുത്തു. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് RSSൻ്റെ അഭ്യർത്ഥനയ്ക്ക് മുൻപിൽ പിൻവലിച്ചു കൊടുത്തു നിങ്ങൾ. എന്നിട്ട് RSS പ്രീണനത്തെക്കുറിച്ച് പറയുകയെ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ സമരക്കേസിൽ സാധാരണ കേസുകൾ പ്രതിയായിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ സമ്മതിക്കുമോ നിങ്ങൾ? RSSൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വലിയ ഗൗരവമുള്ള കേസുകൾ അവരുടെ അഭ്യർത്ഥന അനുസരിച്ച് പിൻവലിച്ചു കൊടുത്ത ചരിത്രമാണ് കേരളത്തിൻ്റെ ചരിത്രം. പിന്നെ 60 മുതലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ നീണ്ടു കിടക്കുന്നുണ്ട്. ഞാൻ അത്ര വിശദമായിട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കാം, വിമർശിക്കാം, എതിർക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മറന്നു കളയരുത്. ഏതുവരെ പോകാം? പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ? നമ്മൾ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാനാവാത്തൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണെന്ന് കരുതി എന്തും നമ്മൾ പറയൂ, എന്തും പറയൂ. ഇപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ വന്ന കാര്യമല്ലേ ഞാൻ അങ്ങയോട് പറഞ്ഞത്. ഇനി ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനി എത്രയോ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നിയമിച്ചുകൊണ്ടിരിക്കുന്ന പലതിലും നിയമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂലികളുടെ സംബന്ധിച്ച് വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങൾ നാട് ചർച്ച ചെയ്യും. പക്ഷേ ഈ
ചുരുങ്ങിയ പക്ഷേ സ്വരാജ്, അതിൽ സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊരു ബാലൻസിങ്, പക്ഷേ ഈ വർഗീയതയോടുള്ള സമീപനത്തിൽ ഒരു ബാലൻസിങ്, ദിശ വ്യക്തമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബാലൻസിങ് അപ്പുറത്തും ഇപ്പുറത്തും എന്ന മട്ടിൽ ഈ നിയമനങ്ങളിൽ പ്രകടമാകുന്നു എന്നൊരു പ്രശ്നം മന്ത്രി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. താങ്കളത് സൂചിപ്പിച്ചതുകൊണ്ട്. രണ്ടാമത്തെ ഒന്ന് ക്യൂക്കായി നമുക്ക് അവസാനിപ്പിച്ചിട്ട് ഷാക്കിറിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് ഇടവേളയ്ക്ക് ശേഷം, അതായത് ഈ വന്ദേ മാതരത്തെക്കുറിച്ച് ഷാക്കിർ ആ താരതമ്യം സൂചിപ്പിച്ചു. അപ്പോൾ പൂർണ്ണമായി UDF സർക്കാരിന് ഒരു മാസം മാത്രമായ ഒരു സർക്കാരിനെ വന്ദേ മാതരത്തിൻ്റെ പേരിൽ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നതിൽ കാര്യമുണ്ടോ സ്വരാജ്? വരാം. ഈ ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കൈ RSSൻ്റെ തോളിലും ഒരു കൈ ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിലുമാണ്. അതല്ല ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നോട് ദേഷ്യപ്പെടേണ്ട, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന് പുറപ്പെടുവിച്ചൊരു പ്രസ്താവന ഞാൻ കണ്ടു. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ എടുത്തിരിക്കുന്നു. അത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു വിമർശനം ഉന്നയിക്കുകയാണ്, അതിശക്തമായ വിമർശനം. അങ്ങേക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തണം. ഇങ്ങനെയാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവതാരകനോട് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഒരു മാസമായിട്ടുള്ളൊരു ഗവൺമെൻറ്, ശരി, ഇങ്ങനെ മറ്റേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ആ വേദിയിൽ സത്യപ്രതിജ്ഞാ വേദിയിൽ പൂർണ്ണതോതിൽ വന്ദേമാതരം ആലപിച്ചത് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് വിശ്വാസയോഗ്യമാണോ? ഇവിടെ പറഞ്ഞു ഗവർണറാണ് അത് നടന്നത്. അങ്ങനെയല്ല, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. അവിടുത്തെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലോക് ഭവനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും പൊതുഭരണ വകുപ്പ് തമ്മിലുള്ള ആശയവിനിമയം നടത്തിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഗവർണറുടെ ഓഫീസിൻ്റെ തീരുമാനം എന്തായിരുന്നു? മന്ത്രിമാർ മാത്രം മതി വേദിയിൽ എന്നായിരുന്നു, അല്ലേ? അങ്ങനെയായിരുന്നു തീരുമാനം. ആ തീരുമാനം എങ്ങനെയാണ് മാറിയത്? അത് ചുമതലയെടുക്കാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതല്ല, അതിനനുസരിച്ച് മാറ്റം വന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ പറ്റും. ഇത് മാറ്റിയില്ല എങ്കിലും ശരി, ഞാൻ പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയെ നമ്മൾ അങ്ങ് മാനിക്കാം, അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാം. ആദ്യമായി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തിട്ട് പറഞ്ഞ കാര്യമല്ല, അദ്ദേഹം അറിഞ്ഞില്ല, ശരി, ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നില്ല ഇനി. പക്ഷേ ഒരു കാര്യം ചെയ്തുകൂടെ? RSSൻ്റെ തിട്ടൂരമനുസരിച്ച് നമ്മുടെ രാജ്യ താൽപ്പര്യത്തിനെതിരായി ഈ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് ഉചിതമായില്ല. അതിൽ എൻ്റെ സർക്കാരിന് പ്രതിഷേധം എന്നുള്ള വാക്കും വേണ്ട, അസംതൃപ്തിയുണ്ട് എന്ന് ലോക് ഭവനെ അറിയിക്കണ്ടേ? അതല്ലേ ഒരു ഡിപ്ലോമാറ്റിക് രീതി? അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. സർക്കാരിൻ്റെ അസംതൃപ്തി നിങ്ങൾ അറിയിച്ചുവോ? അതാണ് എൻ്റെ ചോദ്യം. സർക്കാരിൻ്റെ അസംതൃപ്തി അറിയിച്ചോ? എന്നാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം, ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. അത് അറിയിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും അറിയിച്ചിട്ടില്ല. പക്ഷേ VC-മാർ RSS യോഗത്തിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി വിമർശിച്ചില്ലേ സ്വരാജ്? VC-മാർ, കേരള സർവകലാശാല, ക്ഷമിക്കണം, കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS മേധാവിയുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ, അത് ചർച്ചയായപ്പോൾ, പൊതുവിമർശനം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി വിമർശിച്ചില്ലേ? അതിൽ വിമർശിച്ചു. പക്ഷേ ആ വിമർശനം അതിൻ്റെ തൊട്ട് പുറകിലെ ദിവസങ്ങളിൽ നോക്കിയാൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗോഡ്സയുടെ ആരാധകനായ ഒരു സംഘപരിവാർ ആളെ, അദ്ദേഹത്തെ ഞാൻ സ്വയം സേവകൻ എന്നൊന്നും വിളിക്കുന്നില്ല, VC അല്ലേ, അപ്പോൾ ഒരു സംഘപരിവാർ നിലപാട് സ്വീകരിക്കുന്ന ആളെ ഗവർണർ നിയമിച്ചു. ഉടനടി MG യൂണിവേഴ്സിറ്റി സെനറ്റ് ഒരു RSS ശാഖയാക്കി മാറ്റി. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സാധാരണ മുൻപ് നമ്മൾ ഈ നിലയിലുണ്ടായിട്ടില്ല, എന്നാലും സർക്കാരിനെ മറികടന്ന് ഗവർണർ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ എത്ര വലിയ ഏറ്റുമുട്ടൽ കേരളത്തിലുണ്ടായി. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, ഗവർണറും ഇടതുപക്ഷവും തമ്മിൽ, ഗവർണറും SFIയും തമ്മിലൊക്കെ എത്ര സമരങ്ങൾ, ഏറ്റുമുട്ടലുകളുണ്ടായി. എന്തിനായിരുന്നു ഇത്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളത് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് ഗവർണറുമായി വഴക്കിടാൻ ഞങ്ങളില്ല എന്നാണ്. ഈ ഗവർണറുമായിട്ട് നമ്മൾ എന്തിനാണ് വഴക്കിട്ടത്? വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിനാണ്? പൈസ വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത പ്രശ്നം കൊണ്ടാണോ? ഈ നാടിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനല്ലേ വഴക്കിട്ടത്? നിരന്തരം ഏറ്റുമുട്ടിയത്? അതൊക്കെ മറന്നോ? ഇപ്പോൾ ഗവർണർക്ക് നിർബാധം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു വിമർശനവും ഇല്ല. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പേരിന് വേണമെങ്കിൽ ഒരു വാക്ക് പറയും. വൻതോതിൽ വിമർശനം ഉയർന്നു വന്നപ്പോൾ ഒരു പ്രസ്താവന, ആ നിലയിലല്ലേ പോകുന്നത്. ഏതായാലും ഒന്നും അങ്ങ് ഓർമ്മ വയ്ക്കണം, യൂത്ത് ലീഗ് നേതാവ് ഒന്ന് മനസ്സിൽ സൂക്ഷിക്കണം. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ നാഗ്പൂരിൽ നിന്നും RSSൻ്റെ അഭിനന്ദനം സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. ആദ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിയാണ്. ആ റെക്കോർഡ് വേറെ ആരും തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, അത് സ്വരാജ് ആവർത്തിച്ച് ഷാക്കിർ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP ഇതര മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ആ ഒരു പൊതുരാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ചതായി മാറിയിരിക്കുന്നു. RSSൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ അങ്ങനെ ഒരു BJP ഇതര മുഖ്യമന്ത്രി ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുള്ളതാണ് എന്നുകൂടിയാണ് ഇവിടെ ഇപ്പോൾ സ്വരാജ് പറഞ്ഞു വെച്ചത്. ഷാക്കിർ, നേരത്തെ ഈ PM ശ്രീ നടപ്പാക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറബിക്കടൽ വറ്റിപ്പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ അറബിക്കടലിൽ തന്നെയായിരിക്കും PM ശ്രീയുടെ സ്ഥാനം എന്ന് വളരെ ആവേശത്തോടെ പറയുന്നൊരു ഷാക്കിറിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ താങ്കൾ വിശ്വാസമുണ്ട് എൻ്റെ നേതാക്കളെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ KM ഷാജി ഉണ്ടോ എന്ന സംശയം അപ്പോഴെനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ കോള് കട്ടാണ്, അദ്ദേഹം ഇത് കേൾക്കുന്നില്ല എന്നുള്ളതും ശരിയായ കാര്യമല്ല. ഒന്ന് ട്രൈ ചെയ്യൂ. ഞാൻ അത് ചില വിവരങ്ങൾ കൂടി പറയാം. ഷാക്കിർ, കേൾക്കാമോ? റൈറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടവേളയിൽ കുറച്ച് മുമ്പ് ഞാനിങ്ങനെ വാർത്തകൾ, ഏറ്റവും പുതിയ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഷാക്കിർ കണ്ടത്, നേരത്തെ ഈ PM ശ്രീയുടെ കാര്യത്തിൽ നേതാക്കളെ വലിയ വിശ്വാസമുള്ള യൂത്ത് ലീഗ് നേതാവായിട്ടാണ് താങ്കൾ ഇന്ന്. പക്ഷേ PM ശ്രീ പദ്ധതിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യൂത്ത് ലീഗ് എന്നതായിപ്പോൾ മറ്റൊരു ദൃശ്യമാധ്യമത്തിൻ്റെ വാർത്ത ഞാൻ കാണുകയുണ്ടായി. പരസ്യ എതിർപ്പുമായി യൂത്ത് ലീഗ് വൈകിട്ട് കുന്നുമ്മലിൽ പ്രതിഷേധം, ഉപസമിതിക്ക് കത്തയക്കും. മലപ്പുറത്താണ് കേട്ടോ ഈ കുന്നുമ്മൽ. ഞാൻ പറഞ്ഞു വന്ന ഷാക്കിർ കേട്ടില്ല. അതായത് ഷാക്കിർ നേരത്തെ PM ശ്രീ ഫണ്ട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നേതാക്കളെ വിശ്വാസം എന്നാണ് പറഞ്ഞത്. ആ നേതാക്കളുടെ കൂട്ടത്തിൽ KM ഷാജി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. മാത്രമല്ല, ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ അറബിക്കടൽ വറ്റിപ്പോകാത്തിടത്തോളം കാലം PM ശ്രീയുടെ സ്ഥാനം അറബിക്കടലിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നൊരു ഷാക്കിറിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ കുന്നുമലിൽ പ്രതിഷേധിക്കുമെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു എന്നതുകൂടി സൂചിപ്പിച്ചു. ഇത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു വിഷയം കൂടി, അത് ഒരുപക്ഷേ ഒരു മാസം പിന്നിട്ടൊരു സർക്കാർ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചർച്ചകളിൽ സജീവമായി വരാനിടയുള്ളൊരു വിഷയം കൂടിയാണ് ഷാക്കിർ. അതായത് ഗവർണർ R. ലേക്കർ ഭരണത്തിൽ ഇടപെടൽ നടത്തുന്നു, ഈ സാഹചര്യം ഗവർണർ ഉപയോഗിക്കുന്നു, ഈ അവസരം ഉപയോഗിക്കുന്നു എന്നാണ്. ആ അവസരം എങ്ങനെയാണെന്നൊക്കെയുള്ള ചർച്ചയിൽ പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നല്ലോ. അതായത് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കുന്നു, വകുപ്പ് മേധാവികളെ ലോക്ഭവനിലേക്ക് വിളിക്കുന്നു, ഫയലും പൊക്കിയെടുത്ത് എല്ലാ വകുപ്പ് മേധാവികളും അവിടേക്ക് പോകുന്നു. മുഖ്യമന്ത്രി ഇതുവരെ അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഗൗരവമായ സാഹചര്യമാണ് ഇത്. പക്ഷേ ആദ്യമായിട്ടല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതുപോലെ ശ്രമിച്ചിരുന്നു. DGPയും ചീഫ് സെക്രട്ടറിയൊക്കെ ലോക്ഭവനിലേക്ക്, അന്നത്തെ രാജ്ഭവനിലേക്ക് വരുത്തിക്കാൻ ശ്രമിച്ചു. സർക്കാർ നിലപാടറിയിച്ചു, കത്തെഴുതി. അത് വേണ്ട, പറയാനുള്ളത് സർക്കാരിനോട് പറഞ്ഞാൽ മതി, ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്ന ഏർപ്പാട് വേണ്ട എന്ന് അന്നത്തെ സർക്കാർ പറഞ്ഞു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് ഷാക്കിർ. തുടക്കത്തിൽ പറയട്ടെ, ഞാൻ ആവർത്തിക്കുകയാണ്, ഞാനിരിക്കുന്നത് കൈരളി ചാനലിലാണ്. അത് തന്നെ ശരത്തിനെ പോലെ ഏറ്റവും മിടുക്കനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ നിയന്ത്രണത്തിലുള്ള ചർച്ചയിലാണ്. മറ്റൊന്ന് CPM തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള മിടുക്കനായ നേതാവാണ് ശ്രീ M. സ്വരാജ്. അദ്ദേഹത്തോടൊപ്പമാണ് ഞാനിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് എത്ര സമയം ഉണ്ടെന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടില്ല, PM ശ്രീക്ക് പുറത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ വിനീതമായി ചോദിക്കാനാണിത്. RSSും CPM ഏറ്റുമുട്ടലൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഞാനും, നിങ്ങൾ നിലമ്പൂർക്കാരനാണ്, ഞാൻ വാഴക്കാട്ടുകാരൻ, നമ്മൾ മലപ്പുറം ജില്ലക്കാരനാണ്. 45 ലക്ഷം ജനങ്ങൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവിടെയുണ്ട്. അവിടെ RSSൻ്റെ ഒക്കെ എന്താണ് സാന്നിധ്യം, എങ്ങനെയാണ് RSSനെ അവിടെ ഇല്ലാതെയാക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഒരു സ്വാധീനമില്ലാത്ത ജില്ലയാണ്. എന്നാൽ നിങ്ങൾ തിരുവനന്തപുരവും പാലക്കാടുമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം RSSന് ഏറ്റവും സ്വാധീനമുള്ള ശാഖകളുള്ള ജില്ലകൾ. നിങ്ങൾ കണ്ണൂരിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ കുടിപ്പകയുണ്ടാവാറുണ്ട്, മേധാവിത്വത്തിന് വേണ്ടി അടികൂടാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ അവരുമായി തർക്കം കൂടിയതായിട്ട് എനിക്കറിയില്ല. അതറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ അത് വിശദമായി ചർച്ച ചെയ്യേണ്ട സമയം ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ, SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ് BJPയുടേതാണ്. ആ BJP ഗവൺമെൻറ് 37 തവണയാണ് ആ കേസ് മാറ്റിവെക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വക്കീലിനോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പ്രിയപ്പെട്ട സ്വരാജെ കേന്ദ്ര ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് ഇത്ര സുരക്ഷ കൊടുത്തത്? അതേപോലെ ലോക്നാഥ് ബെഹ്റയാണ് അമിത്ഷായുടെ ടീമിൽ അംഗമായിരുന്ന, NIAയുടെ ഓഫീസറായിരുന്ന, പ്രധാനപ്പെട്ട ഇസാൻ ജാഫ്രി കേസിലുൾപ്പെടെ നേതൃത്വം നൽകിയ ലോക്നാഥ് ബെഹ്റയെയാണ് നിങ്ങൾ DGP ആക്കി വെച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷവും നിങ്ങൾ പ്രധാന പദവി നൽകി. അങ്ങനെ ഈ 10 വർഷക്കാലം
കേരളത്തിലെ ആഭ്യന്തര പ്രധാന വകുപ്പും ഭരിച്ചത് നാഗ്പൂരിൽ നിന്നാണ്. എനിക്ക് നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഞാൻ നിരവധി ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ ഈ UDF ഗവൺമെന്റ് ചെയ്യുമെന്ന് ഊഹിച്ച് ശരത്തും സ്വരാജും പറയുന്നത് പോലെയല്ല. നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള BJPക്കും RSSനും പാദസേവ ചെയ്തിട്ടുള്ള, നിങ്ങൾ CPM പ്രവർത്തകന്മാർക്ക് പോലും സംരക്ഷണം കൊടുക്കാതെ RSSന്റെ നേതാക്കന്മാർക്ക് സുരക്ഷയൊരുക്കിയ കഥകളുടെ ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങൾ പറയാൻ സമയം തരുമോ? ചെയ്തു പോയതാണ്. എനിക്കറിയത് കൈരളിയാണ്, എൻ്റെ കൂടെ ഇരിക്കുന്നത് സ്വരാജാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ ആളുകൾ തോൽപ്പിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഒരു ഗവൺമെൻറ് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആക്രമണവുമായി നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ CPMകാർക്കിടയിൽ പോലും നിങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവില്ല. സ്വരാജായാലും ശരത്തായാലും നിങ്ങൾ ആരായാലും. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ കൊണ്ടോട്ടിയിൽ സ്വരാജിൻ്റെ കൂടി സുഹൃത്തായിട്ട് TP അഷ്റഫ് 57,000 വോട്ടിനായി ജയിച്ചത്. ഞങ്ങളൊക്കെ മാക്സിമം പ്രതീക്ഷിച്ചത് 30,000 വോട്ടാണ്. ബാക്കി വോട്ട് CPMകാരുടേതാണ്. ഇങ്ങനെ നിങ്ങൾ 4-5 വർഷം പൂർത്തിയാക്കിയാൽ ഉറപ്പാണ് ഈ രീതിയിൽ കൈരളിയൊക്കെ ഇപ്പോഴേ സർക്കാരിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെയായി വന്നാൽ അടുത്ത തവണ സ്വരാജ് ഉൾപ്പെടെ UDFന് വോട്ട് ചെയ്യും എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ആ രീതിയിൽ നിങ്ങൾ സർക്കാരിനെ ഒന്ന് പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കാത്ത എടുക്കാത്ത തീരുമാനത്തിന്റെ പേരിലാണ് നിങ്ങൾ പിന്നെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ശരിയാണോ ശരത്തെ? PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചോ? PM ശ്രീയെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് RSSന്റെ നയപരിപാടികൾ കേരള വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന്. അതിനൊരു സംശയം വേണ്ട. യൂത്ത് ലീഗ് എന്ന സംഘടന കേരളത്തിൽ അംഗീകരിക്കില്ല. അങ്ങനെ നിലപാടുമായി UDF പലതരത്തിൽ വ്യാഖ്യാനിക്കാം. PM ശ്രീ ഫണ്ട് കേരളത്തിന് വേണ്ട, ആ നിലയിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ ഒരു നിലപാടെടുക്കില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ല, സർക്കാർ തീരുമാനം ഇപ്പൊ പുറത്തു പറഞ്ഞിട്ടുള്ളത് അതിന്റെ മുഖ്യമന്ത്രി ക്യാബിനറ്റ് തീരുമാനമായി ഉപസമിതി വെച്ചു എന്ന് മാത്രമല്ലേ? അത് ഒഴിവാക്കാനാവാം. അത് ഉപസമിതി റിപ്പോർട്ട് വരട്ടെ, സർക്കാർ തീരുമാനം എടുക്കട്ടെ. ഇപ്പൊ അങ്ങനെയായോ? നിങ്ങളൊന്ന് ഒരു കുറച്ച് സമയമെങ്കിലും ഷാക്കിറിന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. നേരത്തെ സ്വരാജ് ചോദിച്ചു, ഇപ്പോൾ താങ്കൾ വീണ്ടും ആ വിഷയം ടേക്കപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മാസമായി ഈ സർക്കാരിനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞോട്ടെ, ഷാക്കിർ ഈ ചർച്ചയിൽ PM ശ്രീ ഫണ്ട് കേരളത്തിന് വേണ്ട എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ സന്നദ്ധനാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്റെ കാര്യം എന്തിനാ ശരത്ത് പറയുന്നത്? പെർമിഷൻ വിത്ത് യുവർ പെർമിഷൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞോട്ടെ, എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് വെച്ച് അങ്ങനെ പറഞ്ഞോട്ടെ. PM ശ്രീ ഫണ്ട് കേരളത്തിന് വേണ്ട, അതിന്റെ സ്ഥാനം അറബിക്കടലിൽ തന്നെ എന്ന് CK ഷാക്കിർ പറയുന്നുണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ വ്യക്തമായി മലയാളത്തിൽ പറഞ്ഞില്ലേ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് അതേ നിലപാട് ആവർത്തിക്കും. ആ നിലപാട് ആവർത്തിക്കുന്നു. അതിന് വിരുദ്ധമായി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്തിനാ ദുർവ്യാഖ്യാനം? ശരി, ഒരു ദുർവ്യാഖ്യാനം ഇല്ലല്ലോ. എവിടെയാണ് അങ്ങനെ തോന്നിയത്? ഞാൻ ചോദിച്ചു, ഇങ്ങനെ തന്നെ ഞാൻ പറയട്ടെ എന്ന് വിത്ത് യുവർ പെർമിഷനല്ലേ ചോദിച്ചത്. 1. 2, ഇടയിൽ പറഞ്ഞു വന്നപ്പോൾ അതിനെ വേറൊരു തരത്തിലൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇക്കാര്യം ചോദിച്ചത്. ഏതായാലും ഷാക്കിറിൻ്റെ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ RSSുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിലേക്ക് സ്വരാജിനെ ക്ഷണിച്ചുകൊണ്ട് പോയത് താങ്കളാണ്. താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയിലാണ് സ്വരാജ് അക്കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ പുതിയ ചില കാഴ്ചപ്പാടുകളോ ചില ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ താങ്കൾ മുന്നോട്ട് വെച്ചു ഈ ചർച്ചയിൽ, താങ്കളുടെ അവസരത്തിൽ. അതിൽ സ്വരാജിന് പറയാനുള്ളത് എന്താണ്? അവസാനമായി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുന്നു. സ്വരാജിൻ്റെ അവസാന അവസരം. അല്ല, ഞാൻ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഒരു മാസമായ ഗവൺമെൻറ് നിങ്ങളിങ്ങനെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗവൺമെൻറ്റിനെ ആ തരത്തിൽ ഏതെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഷേധമോ പ്രക്ഷോഭമോ നിങ്ങൾ കാണിച്ചതുപോലെ അപ്രഖ്യാപിത കരിങ്കൊടിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വിമർശനം ഉന്നയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അഭിപ്രായം നിങ്ങൾ അപ്പോഴേക്ക് ഇങ്ങനെ പേടിച്ചാലോ? ഞങ്ങൾ സമരത്തിലേക്ക് കടന്നിട്ടില്ല, അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സത്യത്തിൽ അങ്ങ് ഈ പറയേണ്ടത് എന്നോടാണോ? പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടന്നത് യൂത്ത് ലീഗാണ്, അങ്ങയുടെ സംഘടന. അതാണിപ്പോൾ വാർത്ത ഇവിടെ വായിച്ചത്. അങ്ങയുടെ സംഘടനയുടെ പ്രവർത്തകർ ഈ PM ശ്രീ വിഷയത്തിൽ കുന്നുമ്മലിൽ പ്രതിഷേധം, പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ അവതാരകൻ വാർത്ത, ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന വാർത്ത ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങ് എന്നോടാണോ ഇത് പറയുന്നത്? ഞങ്ങൾ സമരത്തിലേക്ക് കടന്നിട്ടില്ല.
അങ്ങനെ ഒരു സംഭവം ശരി ഉണ്ടായിട്ടില്ല. അങ്ങ് പ്രക്ഷോഭത്തിലേക്ക് എന്ന് മറ്റൊരു, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്, മറ്റൊരു ദൃശ്യ മാധ്യമത്തിന്റെ സമൂഹ മാധ്യമ കാർഡ് കണ്ടു പ്രക്ഷോഭത്തിലേക്ക്. ഞാൻ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങയുടെ അവസരം അല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ് സ്ഥാപിച്ചു പോകുന്നില്ല കേട്ടോ. ഞാൻ അങ്ങയുടെ അവസരം അല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ് സ്ഥാപിക്കുന്നില്ല. നിങ്ങൾ അത് നിഷേധിക്കുകയാണെങ്കിൽ ശരി, നിങ്ങൾ നിഷേധിച്ചാൽ മതി, ഞാനത് സ്വീകരിക്കാമെന്ന്, പിന്നെ തർക്കിക്കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ എന്തായാലും സമരത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല, മറിച്ചൊരു തീരുമാനം വരുന്ന ഘട്ടത്തിൽ ആലോചിക്കുകയുള്ളൂ. ഞങ്ങളിവിടെ അഭിപ്രായം പറയുകയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ RSSും CPM-ഉം തമ്മിലുണ്ടായ സംഘർഷങ്ങളും അത് എന്തിനു വേണ്ടിയായിരുന്നുവെന്നും അത് മറ്റേ മെരുവമ്പായിലെ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങയുടെ പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കളോട്, ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, ഒന്ന് സംസാരിക്കൂ. അവർക്ക് ആ കാര്യത്തിലൊക്കെ നല്ല ബോധ്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അത്രേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. SNC ലാവ്ലിൻ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഒരു ചർച്ചയിൽ നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ളൊരു പൊതുപ്രവർത്തകൻ ആവർത്തിക്കരുത്. അങ്ങനെ ഒരു കേസിൻ്റെ സ്ഥിതി എന്താ? വിചാരണ കോടതി വിചാരണ യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് ചവറ്റുകൊട്ടയിൽ എടുത്തെറിഞ്ഞു ആ കേസ്. ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ അപ്പീലാണ് പോകുന്നത് CBIയുടെ. ഹൈക്കോടതിയും അത് കടുത്ത ശകാരം ചൊരിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു. അത് വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ കൊണ്ടുപോയിരിക്കുകയാണ്. പോട്ടെ, പരിഗണിച്ച മുഴുവൻ കോടതിയും കോടതിയുടെ വരാന്തയിൽ നിൽക്കാനുള്ള കഴമ്പില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞൊരു കേസാണത്. സുപ്രീം കോടതി പോട്ടെ, സുപ്രീം കോടതി എന്താ എടുക്കാത്തത്? അതാ ഞങ്ങൾ ചോദിക്കണം, എന്താ എടുക്കാത്തത്? കേന്ദ്ര ഗവൺമെൻറ്റാണോ സുപ്രീം കോടതിയിൽ കേസ് മാറ്റി വെക്കുന്നത്? എന്താ അന്വേഷണ ഏജൻസി എന്ന് പറയുന്ന ഈ CBI ആണ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നത്? എന്താ കാരണം? എടുത്താൽ അവിടെയും ഈ കീഴ്ക്കോടതി സംഭവിക്കും. അപ്പോൾ പരമാവധി ഇത് നീട്ടിക്കൊണ്ടുപോയി പിണറായിക്കെതിരെ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിക്കണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇനി ആ CBI റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിക്കണം. SNC ലാവ്ലിൻ കേസിലെ CBIയുടെ റിപ്പോർട്ട് വായിക്കണം. അതിൽ ആദ്യത്തെ വാചകം എന്താണെന്നറിയോ? ആ റിപ്പോർട്ടിലെ ദർ ഈസ് എ കോൺസ്പിരസി, അതാണ്, ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ കോൺസ്പിരസി ആരംഭിച്ചത് 1995-ലാണ്. ആൻഡ് G. കാർത്തികേയൻ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ കോൺസ്പിരസി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു, 95-ൽ ആ ഗൂഢാലോചന ആരംഭിച്ചു. G. കാർത്തികേയനാണ് ഈ ഗൂഢാലോചനയുടെ ഫൗണ്ടർ എന്ന് എഴുതി വെച്ചിട്ട് ആരംഭിക്കുന്നതാണ്. എന്താണ് അങ്ങനെ എഴുതി വെച്ചത് എനിക്കറിയില്ല. ഏതോ പുറത്തുള്ള CBIക്കാർ വന്നിട്ട് തട്ടിക്കൂട്ടി റിപ്പോർട്ടുണ്ടാക്കിയപ്പോൾ 95 മുതലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രിയെ ആക്കിയതാണ്. ആ കേസ്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി ഉൾപ്പെടെയുള്ളവരെ പ്രതിയും ചേർത്ത് കോടതിയിലേക്ക് കൊണ്ടുപോയത്. അതാണ് എടുത്ത് വലിച്ചെറിഞ്ഞത് കോടതി. ഏത്? വിചാരണ കോടതിയും ഹൈക്കോടതിയും. എന്നിട്ട് CBI അത് പരമാവധി നീട്ടിവെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആനുകൂല്യമാണ് നിങ്ങളെപ്പോലുള്ളവർ ഈ ചർച്ചയിൽ പറയുന്നത്. രാഷ്ട്രീയ വിരോധമാവാം, വിയോജിപ്പാവാം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. പിന്നെ ബെഹ്റയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. NIA-യിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ളവരെ കേരളത്തിൽ സേനയിലുണ്ടാവാറില്ലേ? ഇപ്പോൾ 10 കൊല്ലം NIA-യിലുള്ള ഒരാളെയാണല്ലോ നിങ്ങളിപ്പോൾ വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചുമതല കൊടുത്തത്. അങ്ങ് അറിഞ്ഞിട്ടില്ലേ? ഇനി അതൊക്കെ പോട്ടെ, മുഖ്യമന്ത്രിയായ ഉടനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞു പിടിച്ച ആളാരാ? പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറായിരുന്നല്ലോ. അദ്ദേഹം വിമർശിക്കപ്പെട്ടത് എന്തിനാണ്? അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് BJP കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീല് പതിച്ച സർക്കുലർ അയച്ചു ഇല്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസ് BJPയുടെ ആഫീസാക്കി മാറ്റിയ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീല് പതിച്ച, BJP സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീല് പതിച്ച സർക്കുലർ സ്വന്തം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത രത്തൻ കേൽഖറെ നിങ്ങളുടെ മുഖ്യമന്ത്രി തെരഞ്ഞു പിടിച്ച് സെക്രട്ടറി ആക്കിയിരിക്കുകയാണ്, വേറൊരു IAS ഓഫീസറും ഇല്ലാത്ത പോലെ. അപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിവിടെ ചർച്ച ചെയ്ത് പോകാവുന്നതാണ്. നമ്മുടെ വിഷയം ഇടയ്ക്ക് നിങ്ങൾ മാറിയതുകൊണ്ടാണ് എനിക്കും ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ PMC ഏതായാലും ചർച്ച അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമായി വരുന്നു എന്ന് ഞാൻ കരുതുന്നു. UDF മുഖ്യമന്ത്രിയും മന്ത്രിമാരും PM ശ്രീ പദ്ധതിയെ സാധൂകരിക്കാനും അത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന സൂചനയും സുവ്യക്തമായി നൽകുന്നതാണ് അനുഭവം. പക്ഷേ യൂത്ത് ലീഗിൻ്റെ നേതാവ് ഇവിടെ ശക്തമായി തന്നെ, അവസാനമായപ്പോൾ അദ്ദേഹം കുറച്ച് ശക്തമായി തന്നെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന്, ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത്? അതെ, മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ? PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഏതായിരുന്നാലും അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ നടക്കട്ടെ എന്ന് ആശിക്കാം. പദ്ധതിയിൽ ഈ ഗവൺമെൻറ് നടപ്പാക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു.
റൈറ്റ്. ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ പതിവായി പറയുന്ന കാര്യം തന്നെ ഷാക്കിറിനോടും സ്വരാജിനോടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ എന്ന്. വളരെയധികം നന്ദി രണ്ടുപേർക്കും സഹകരിച്ചത്. ഇപ്പോൾ ഫുട്ബോൾ ലോകകപ്പിൻ്റെ കാലമാണ്. ഞാൻ അവസാന ഭാഗത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചിരുന്നു. ഷാക്കിർ ആ ചർച്ചയിലേക്ക് പിന്നീട് പോയില്ല. മറ്റു പല കാര്യങ്ങളും പറഞ്ഞാണ് അദ്ദേഹം അതിലേക്കും പോയത്. സ്വരാജ് അതിന് മറുപടിയുമാണ്. അതായത് ഞാൻ ഫുട്ബോളിനെ ഓർമ്മിക്കാൻ കാര്യം, ഇപ്പോൾ ലോകകപ്പിൻ്റെ കാലമാണ്. ഫുട്ബോൾ താരങ്ങളിങ്ങനെ കളം വാഴുകയാണ്. അങ്ങനൊരു കയറിക്കളിയുടെ നീക്കം ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ ആർലേക്കർ നടത്തുന്നു എന്നുള്ളതാണ്. ഭരണത്തിൽ ഫലപ്രദമായി അദ്ദേഹം കരുതും വിധത്തിലേക്ക് അദ്ദേഹം ഇടപെടുന്നു. വകുപ്പ് സെക്രട്ടറിമാരെയും മറ്റും വിളിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി കേരളം ചർച്ച ചെയ്യുന്നു. അങ്ങനെ കയറിക്കളിക്കുന്നു ആർലേക്കർ എന്ന ഗവർണർ കേരള ഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് മേൽ എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും ഉണ്ട്. അത് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. വിശേഷിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഒരു വിഷയത്തിലും അങ്ങനെയായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം വന്നതിന് പിന്നാലെ ലോക്ഭവനെയോ ഗവർണറെയോ വിമർശിക്കാൻ മുഖ്യമന്ത്രി സന്നദ്ധനായത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ മൗനത്തെ ചൂണ്ടിക്കാട്ടി ഗവർണർ കിട്ടിയ അവസരം ദുരുപയോഗിക്കുന്നതിനെക്കുറിച്ച് വിമർശിച്ചു. നാളെ മുഖ്യമന്ത്രി അതേക്കുറിച്ച് പ്രതികരിക്കുമായിരിക്കും. വളരെയധികം നന്ദി രണ്ടുപേർക്കും ന്യൂസ് ആൻഡ് വ്യൂസുമായി സഹകരിച്ചതിന്.